വലിയ വലിയ മീഡിയകളിൽ പോലും ഞാൻ പറഞ്ഞിട്ടുണ്ട്, കാട്ടിലുള്ളവരെ ഞാൻ സഹായിക്കുന്നത് എൻ്റെ പേഴ്സണൽ ചോയ്സ് ആണ്, എൻ്റെ സ്വന്തം ഇഷ്ടമാണ്. എനിക്ക് തോന്നുന്നിടത്തോളം ഞാനത് ചെയ്യും, എനിക്ക് പറ്റുന്നിടത്തോളം ഞാനത് ചെയ്യും, എനിക്ക് വേണ്ടെന്ന് തോന്നിയാൽ ഞാനത് നിർത്തും. അല്ലാതെ ആജീവനാന്തം ഞാൻ അവരെ സഹായിച്ചുകൊണ്ടിരിക്കാം എന്ന് ഞാൻ എങ്ങും വാക്ക് കൊടുത്തിട്ടില്ല. ഫാൻസിനെ കാണുമ്പോൾ എന്തൊരു കഷ്ടമാണ് ഇതെന്ന് ആലോചിച്ചു പോകും. അവരെ ഇഷ്ടമുള്ള പോലെ വീഡിയോ ചെയ്തോട്ടെ, പക്ഷെ ഒരു കുഴപ്പമില്ല, ബാക്കി എത്രയോ പേര് അങ്ങനെ ചെയ്യുന്നുണ്ടെന്ന് ആളുകൾ ചോദിച്ചേക്കാം. പക്ഷേ ഇവരൊരു നന്മമരം ചമഞ്ഞു നിൽക്കുന്ന ഒരു വ്യക്തിയാണല്ലോ. ചാരിറ്റി എന്ന പേരിൽ ഇപ്പോൾ പ്രവാസികളുടെ കയ്യിൽ നിന്നൊക്കെ ഇവർക്ക് ഒരുപാട് കളക്ഷൻ ഫണ്ട് കിട്ടുന്നുണ്ട്. അപ്പോൾ അത് വെച്ചിട്ടാണ് അവർ ഈ ചാരിറ്റി നടത്തുന്നത് തന്നെ. അപ്പം അങ്ങനെ വരുമ്പോൾ ഇവരൊരു ഫേക്ക് ഇതായിട്ട് നിന്നുകൊണ്ട് ആളുകളെ ഇങ്ങനെ ഇൻഫ്ലുവൻസ് ചെയ്തൊരു ടോക്സിക് ഫാൻസിനെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. അത് ദീപ്തി ടീച്ചറിൻ്റെ വിശേഷങ്ങളുമായിട്ടാണ് നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത്. ഇപ്പോൾ സമയം ഒരു 2:10 ആയിട്ടുണ്ട്, രാത്രി 2:10. അപ്പോൾ ഞാനിങ്ങനെ ഈ വീഡിയോസ് ഇരുന്നിങ്ങനെ കാണുമായിരുന്നു. പിന്നെ ഇത് സംസാരിച്ച് കുറേ ആൾക്കാർ എനിക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. കുറേ ആൾക്കാരൊന്നുമില്ല, ഒരു 3 ആൾക്കാർ എൻ്റെ വീഡിയോ കൊണ്ട് എനിക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ പ്രമുഖരായിട്ടുള്ള ചില വലിയ വലിയ യൂട്യൂബേഴ്സൊക്കെ ഈ വിഷയങ്ങളൊക്കെ ചർച്ച ചെയ്തു. അതിൻ്റെ താഴെ പോയി എൻ്റെ കാര്യങ്ങളൊക്കെ പറയുന്നതൊക്കെ കമൻസും കാര്യങ്ങളൊക്കെ ഞാൻ കാണാൻ ഇടയായിട്ടുണ്ടായിരുന്നു. ഓക്കെ, എന്തായാലും എൻ്റെ അഭിപ്രായങ്ങളല്ല ഞാൻ പറയുന്നത്, ഓരോരുത്തർക്കും ഓരോ ഇഷ്ടങ്ങളാണ്. ഓക്കെ, ചിലവർ കമൻറ്റ് ഇടുന്നു, ചിലവർ വീഡിയോ ചെയ്ത് പറയുന്നു. ഓക്കെ, എന്തായാലും എനിക്ക് തോന്നി കുറച്ച് കാര്യങ്ങളൊന്ന് പറയണമെന്ന് തോന്നി. എന്തായാലും നമുക്ക് ടീച്ചറിൻ്റെ വീഡിയോയിലോട്ട് പോകാം. എനിക്ക് ആരോട് ദേഷ്യം വൈരാഗ്യമൊന്നുമില്ല, ഞാൻ എൻ്റെ അഭിപ്രായമാണ് തുറന്ന് പറയുന്നത്. വലിയ വലിയ മീഡിയകളിൽ പോലും ഞാൻ പറഞ്ഞിട്ടുണ്ട്, കാട്ടിലുള്ളവരെ ഞാൻ സഹായിക്കുന്നത് എൻ്റെ പേഴ്സണൽ ചോയ്സ് ആണ്, എൻ്റെ സ്വന്തം ഇഷ്ടമാണ്. എനിക്ക് തോന്നുന്നിടത്തോളം ഞാനത് ചെയ്യും, എനിക്ക് പറ്റുന്നിടത്തോളം ഞാനത് ചെയ്യും, എനിക്ക് വേണ്ടെന്ന് തോന്നിയാൽ ഞാനത് നിർത്തും. അല്ലാതെ ആജീവനാന്തം ഞാൻ അവരെ സഹായിച്ചുകൊണ്ടിരിക്കാം എന്ന് ഞാൻ എങ്ങും വാക്ക് കൊടുത്തിട്ടില്ല. പിന്നെ അത് അങ്ങനെ ഒരു കാര്യം. 2, ഞാൻ സഹായിക്കുന്നത് വീഡിയോ വഴി കാണിക്കുന്നത് പബ്ലിസിറ്റിക്ക് വേണ്ടിയാണ്, റീച്ചിന് വേണ്ടിയാണെന്ന് പറഞ്ഞിട്ട് കുറച്ച് നാൾ മുന്നേ വലിയ പ്രശ്നമായിരുന്നു. ഞാനത് വീഡിയോയിൽ കാണിക്കുന്നു, ഞാൻ സഹായിക്കുന്നത് മറ്റുള്ളവരെ സഹായിക്കുന്നത് വീഡിയോയിൽ കാണിക്കുന്നു എന്നുള്ളത്. ഇപ്പോൾ കാണിക്കാണ്ടായപ്പം അത് അതിലും വലിയ പ്രശ്നം. അപ്പോൾ ഞാൻ കാണിച്ചുകൊണ്ട് സഹായിച്ചതാണോ, കാണിക്കാതെ സഹായിക്കുന്നതാണോ, അതോ ഞാൻ ഇതൊക്കെ മറച്ചു വെക്കുന്നതാണോ, പറയുന്നതാണോ, ഇതിൽ എന്താണ് എന്ന് എനിക്ക് പിടികിട്ടുന്നില്ല. സത്യം പറഞ്ഞാൽ ഞങ്ങൾക്കും ഒന്നും മനസ്സിലാവുന്നില്ല. നിങ്ങൾ ഇപ്പോൾ പറയുന്നതല്ല പിന്നെ പറയുന്നതല്ല ഇപ്പോൾ പറയുന്നത്. അതാണ് നിങ്ങളുടെ ഒരു ക്യാരക്ടറും കാര്യങ്ങളും ഒക്കെ. ഞങ്ങൾക്ക് ആർക്കും ഒരു പിടുത്തം കിട്ടാത്ത ഒരു ക്യാരക്ടറാണ് നിങ്ങളുടെ. കൂടുതൽ ആൾക്കാർക്ക് ഇഷ്ടപ്പെട്ടത് സീതത്തോടുള്ള പാവപ്പെട്ട ആൾക്കാർക്ക് ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾ ചെയ്ത് കൊടുത്തിട്ടുള്ളതുകൊണ്ട് തന്നെയാണ്. പറഞ്ഞു മനസ്സിലായോ? അപ്പോൾ ഞാനൊരു കാര്യം ചോദിട്ടെ, നിങ്ങൾ ഈ സഹായിക്കുകയും കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ ഒരുപാട് ആൾക്കാർ വരത്തില്ലായിരുന്നോ? എനിക്കറിയത്തില്ല, ഗൾഫിലെയും ഇവിടത്തെയൊക്കെ ആൾക്കാർ എന്തായാലും നിങ്ങൾക്ക് കുറച്ച് സഹായവും കാര്യങ്ങളൊക്കെ ആയിട്ട് രംഗത്ത് വന്നിട്ടുണ്ടോ? അങ്ങനെ ആരെങ്കിലും വന്നിട്ടുണ്ടോ, കൊടുത്തിട്ടുണ്ടെങ്കിൽ അവർക്ക് ഒന്നും പറയാം കേട്ടോ, കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താം. അങ്ങനെ ആരെങ്കിലും ഉണ്ടായിട്ടുണ്ടോ എന്നൊക്കെ ഒന്ന് അറിയാൻ വേണ്ടിയാണ് കേട്ടോ. ഇത് ചിലപ്പം ഈ ഒരു വീഡിയോ കൊടുത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ഇടാം. നിങ്ങൾക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ എൻ്റെ ഇൻസ്റ്റയിൽ വന്നിട്ട് കാര്യങ്ങളൊക്കെ വേണമെങ്കിലും പറയുകയൊക്കെ ചെയ്യാം. കാരണം നമുക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ അറിയാൻ വേണ്ടിയാണ്. ഓക്കെ, എന്തായാലും ഇവർ ഒരുപാട് കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. ഇപ്പം 2-3 സബ്സ്ക്രൈബേഴ്സ് എനിക്ക് മെസ്സേജ് അയച്ചിട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ എന്നോട് സംസാരിച്ചിട്ടുണ്ടായിരുന്നു. അവരൊക്കെ ഒരുപാട് ഇഷ്ടപ്പെട്ട് വന്നിട്ട് അവസാനം ഒരു കഥയില്ലാതെ ആട്ടം കണ്ടിട്ട് എന്തൊക്കെയോ വന്ന് സംസാരിക്കുന്നതായിട്ടാണ് അവർക്കും ഫീൽ ചെയ്യുന്നുണ്ട്. ഒരു മനുഷ്യനെക്കുറിച്ച് ഇതുവരെ വീഡിയോ വരാത്തൊരു മനുഷ്യനെ കുറിച്ച് വർണ്ണിച്ച് പറയുന്നുണ്ട്. പിന്നെ അത് വേറെ രീതിയിലാവുന്നു. ഓക്കെ, പിന്നെ അദ്ദേഹത്തിന് കല്യാണം കഴിച്ചു, 2 കുട്ടികളുണ്ട്, 3 കുട്ടികളുണ്ട്, 4 കുട്ടികളുണ്ട്. ഓക്കെ, എന്തൊക്കെയോ കടന്ന് പറയുന്നുണ്ട്. ഞാൻ അന്ന് കല്യാണം കഴിച്ചിട്ടില്ലായിരുന്നു, അത് നന്നായി എന്ന് പറയുന്നു. ലീവിങ് റിലേഷൻ അങ്ങനെ അങ്ങ് പറഞ്ഞാൽ മതി. ലീവിങ് റിലേഷൻ അങ്ങനെ പറഞ്ഞാൽ മതി. ചിലപ്പം നിങ്ങൾക്ക് ഇത് അറിയാമായിരിക്കാം കല്യാണം കഴിച്ചു എന്നുള്ളത്. എന്നിട്ട് നിങ്ങൾ ആ വ്യക്തിയോട് നിന്നില്ലേ? അങ്ങനെ പറയത്തുള്ളൂ സത്യം പറഞ്ഞാലാ. ഞാനിപ്പോൾ എന്തോ പറയാനാണ്. ഓക്കെ, നമുക്ക് ഓരോ കാര്യങ്ങളോട് സംസാരിച്ച് പോവാം. എനിക്ക് ഇന്നലെ ഒരു സബ്സ്ക്രൈബർ അയച്ചതിൻ്റെ ഒരു മെസ്സേജും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഒക്കെയാണെങ്കിൽ ബ്ലർ ചെയ്തിട്ട് ഞാൻ നിങ്ങൾക്കൊന്ന് പറയാം. അവർ ഏറ്റവും കൂടുതൽ ഈ വ്യക്തിയെ ഇഷ്ടപ്പെട്ടതാണ്. ഏതോ ഒരാൾ വന്നിട്ട് എന്തോ മെസ്സേജ് അയച്ചു, ഞാനത് റെക്കോർഡ് ചെയ്തു, അവരെ ബ്ലോക്ക് ചെയ്തു. അത്രേ ഉള്ളൂ. എനിക്ക് അവരെ അറിയേണ്ട ആവശ്യമില്ല. സംസാരിച്ച് കഴിഞ്ഞ് ഓക്കെ ചേട്ടാ ഞാൻ ബ്ലോക്ക് ചെയ്യാമെന്നും പറഞ്ഞിട്ട് എന്നെ ബ്ലോക്ക് ചെയ്തിട്ട് അങ്ങ് പോയി. മീൻസ് ഞാനും ബ്ലോക്ക് ചെയ്തു. ഓക്കെ, എന്തെങ്കിലും ആട്ടെ. നമുക്കിനി എനിക്കാണെങ്കിൽ ചിരി വരും കേട്ടോ, സത്യം പറഞ്ഞ് ചിരി വരുന്നുണ്ട്. ഇതൊക്കെ കേൾക്കുമ്പോൾ കോമഡി ആയിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നത്. എങ്ങും കേൾക്കാത്ത രീതിയിലൊക്കെ കഥകളൊക്കെ. കുഞ്ഞിനെ ദത്തെടുക്കുന്നു, പിന്നെ കുഞ്ഞെവിടെ, പിന്നെ പണ്ടത്തെ ഒരു വീഡിയോക്കകത്ത് 8 മണിക്കൂർ ട്രാവൽ ചെയ്തിട്ട് ഒരാളെ രക്ഷപ്പെടുത്തുന്നു. എന്നിട്ട് ആ വ്യക്തി എന്തേ? പിന്നെ വീട്ടിൽ പട്ടിക്കുട്ടിയൊക്കെ കാണാനൊക്കെ ഇടയാണ്. ഇതൊക്കെ പറയുന്ന കഥകളൊക്കെ കേൾക്കണം സത്യം പറഞ്ഞുതരാം. ഓക്കെ, അങ്ങനെ ഓരോ കഥകളാണ്. എനിക്ക് ഏറ്റവും കൂടുതൽ ചിരി വന്നത് ഈ കല്യാണ സമയത്ത് കുഞ്ഞിൻ്റെ അടുത്ത് വന്നിട്ട് ഒരാൾ വന്നിട്ട്, അത് അത്രയും ക്യാമറയൊക്കെ ഉള്ള സ്ഥലത്ത് വന്നിട്ട് ഒരാൾ വന്നിട്ട് ഈ കുഞ്ഞിൻ്റെ അമ്മയാരാ കുഞ്ഞ് കിടന്ന് കരയുന്നു. അങ്ങനെ അതിൻ്റെ CCTV ദൃശ്യങ്ങളും കാര്യങ്ങളൊക്കെ ഞാൻ എടുക്കുന്നുണ്ട്, അല്ലെങ്കിൽ ആ വ്യക്തി എൻ്റെ അടുത്ത് വരും, അങ്ങനെയൊക്കെ കുറേ ഡയലോഗ് അടിച്ചു.
അങ്ങനത്തെ ഒരു 2 ദിവസം കൊണ്ടുപോയി. ഓക്കെ, പിന്നെ വയ്യ എന്നും പറഞ്ഞിട്ടുള്ള രീതിയിൽ ഒരു ഇതിടുന്നു. പിന്നെ ഞങ്ങളുടെ വീട്ടിലൊരു കാര്യം സംഭവിച്ചു, എന്തുവാ തത്തത്, അതിന് മുമ്പിലത്തെ വീഡിയോയുടെ താഴെ പോയി കൊടുത്തിട്ടൊക്കെ എന്തൊക്കെയോ ക്രിയേറ്റ് ചെയ്യാൻ സംസാരിക്കുന്നുണ്ട്, എന്തൊക്കെയോ പ്ലാൻ ചെയ്യുന്നുണ്ട് ചേച്ചി. ചില ആൾക്കാർ പറയും ഇവനെന്ത് തേങ്ങയാണ് പറയുന്നത്, അവന് പോലും അറിയത്തില്ല അവൻ എന്തോ പറയുന്നത്. കുറേ എന്താ ഫാൻസുകാർ ചെന്നങ്ങ് ഓരോരുത്തരുടെയൊക്കെ താഴെ ഇടുന്നതൊക്കെ നമ്മൾ കാണുന്നുണ്ട്. നിങ്ങൾ മണ്ടന്മാരാണ്, നിങ്ങളെപ്പോലുള്ള മണ്ടനും മണ്ടികൾ ഇവരെ വിശ്വസിച്ചിരിക്കുന്നവർ. ഞാൻ പറയുന്ന സത്യമാണോ അല്ലയോ? ഞാൻ അത്രേ പറയത്തുള്ളൂ. ഒരു കാര്യം കൂടെ പറയാൻ പറ്റുപോയി, അന്ന് ശ്രീകണ്ഠൻ നായരുടെ ഷോയിലും കണ്ടല്ലായിരുന്നോ കാട്ടിലെ ആൾക്കാരുടെ ഓരോ ദുഃഖങ്ങളും കാര്യങ്ങളും ഒക്കെ വലിയ രീതിയിൽ സംസാരിച്ച ഒരു വ്യക്തിയാണ് ഇപ്പോൾ പറയുന്നത്. ഞാൻ തീരുമാനിക്കും എന്തോ ചെയ്യണോ വേണ്ടായോ എന്നുള്ള രീതിയിൽ സംസാരിക്കുമ്പോൾ ഒന്ന് ആലോചിച്ച്, സഹായിക്കണോ വേണ്ടായോ എന്ന്. വന്ന വഴി മാർക്കായിരിക്കുക, അത്രയേ ഉള്ളൂ, വന്ന വഴി. പിന്നെ എൻ്റെ ഒരു ഇത് ഞാൻ പറഞ്ഞു തരാം. എത്ര വീട്ടിലുണ്ടെന്ന് പറഞ്ഞാലും 10 കൂട്ടം കറി ഉണ്ടെങ്കിലും ഞങ്ങളുടെ അമ്മ ഒരു മുളക് ഉടച്ച് ഒരു ചമ്മന്തി സൈഡിൽ വെച്ച് കഴിഞ്ഞു. മോനെ ഇത്ര ഈ 9 കൂട്ടം കറി ഇല്ലെങ്കിലും നാളെ ഇത് കാണും, അതുകൊണ്ട് അതും കഴിച്ച് പഠിക്കണം. അങ്ങനെ ശീലിച്ച് വന്ന ഒരാളാണ് ഞാൻ. ഓക്കെ, ഇതൊക്കെ കാണുമ്പോൾ നമുക്കും മനസ്സിലാക്കാൻ പറ്റും കുറേ കാര്യങ്ങളൊക്കെ. ഇതൊക്കെ കണ്ട് എന്താ പറയുക, ഞാൻ പറയുന്ന ചില കാര്യങ്ങൾ തെറ്റ് പറ്റിയിട്ടുണ്ടെങ്കിൽ ഞാനത് വന്നിട്ട് പറയും. പല കാര്യങ്ങളും കുറേ ആൾക്കാർ ബിഗ് ബോസിൻ്റെ ഒക്കെ കഥയൊക്കെ വന്ന് പറയുന്നുണ്ട്. ഡാനിയുടെ പണ്ട് അങ്ങനെ കമൻറ്റ് വായിച്ചിട്ടുണ്ടാക്കിയിട്ടുള്ള കഥകളൊക്കെ, അതിലും ഡാനി 100% ശരിയാണെന്ന് ഇന്നലെയും കൂടെ ഓരോ വ്യക്തികൾ പറഞ്ഞു. അതും ആ തോളത്ത് കൈയിട്ട് നടന്ന ആ വ്യക്തിയുടെ ഫ്രണ്ട്സ് തന്നെ എന്നോട് പറഞ്ഞു, മോനെ നീ അടാ കറക്റ്റ്, നീ പറഞ്ഞെല്ലാം കറക്റ്റാണെന്നുള്ള രീതിയിലാണ്. കുറേ എക്സ്ക്ലൂസീവ് സാധനമുണ്ട്, സമയമാകുമ്പോൾ അത് വരും. ഓക്കെ, അതിലോട്ട് ഞാൻ വരുന്നില്ല, നമുക്ക് ഈ വീട്ടിലോട്ട് പോവാം. ഇത് പറയണമെന്ന് എനിക്കറിയാമെന്ന് പറഞ്ഞ് എനിക്ക് ധൈര്യം തന്നത് കുഞ്ഞാവ് തന്നെയാണ്. പിന്നെ വേറെ ആരോടും ഞാൻ ചോദിക്കാൻ തന്നിട്ടില്ല. അതായത് ഇപ്പോൾ എനിക്ക് നിലവിൽ ഞാൻ എന്തുകൊണ്ടാണ് ആശുപത്രിയിലായത് എന്ന് പറയണമെന്നുണ്ടെങ്കിൽ ഞാൻ കുറച്ച് പിന്നേക്കുള്ള കാര്യങ്ങൾ പറയണം. അപ്പോൾ തീർച്ചയായിട്ടും എനിക്ക് എൻ്റെ ആദ്യ ഭർത്താവിനെ പറ്റി പറയേണ്ടതായിട്ട് വരും. പിന്നീട് ചോദിക്കരുത് എന്തിനാണ് ഇപ്പോൾ അയാളെ വലിച്ച് ഇങ്ങോട്ടേക്ക് കൊണ്ടിടുന്നത്. കാരണം ഇപ്പോൾ പുള്ളി നിരന്തരമായിട്ട് എന്നെ വിളിക്കാറുണ്ട്, കുഞ്ഞാവിനെ വിളിക്കാറുണ്ട്. അപ്പോൾ ചിലർക്ക് ചോദിക്കുന്നത് നമ്പർ ബ്ലോക്ക് ചെയ്തൂടെ, നീ എത്ര നമ്പർ ബ്ലോക്ക് ചെയ്യും, ഏതൊക്കെ നമ്പർ നമ്മൾ ബ്ലോക്ക് ചെയ്യും, നമ്മുടെ നമ്പർ മാറണം. ഞാൻ കൃഷി മുട്ടക്കച്ചവടം അങ്ങനെ പല ബിസിനസ് കാര്യങ്ങളായിട്ട് നടക്കുന്ന വ്യക്തിയാണ്. എനിക്ക് നമ്പർ മാറ്റി കഴിഞ്ഞാൽ എൻ്റെ കംപ്ലീറ്റ് കാര്യങ്ങൾ അവിടെ നിൽക്കും. ഞാൻ നമ്പർ മാറ്റി പിന്നെ വിളിച്ച് ഞാൻ ആദ്യം ചുറ്റുമുള്ള നമ്പർ ഉണ്ടായിട്ട് വരും. പിന്നെ ചുറ്റുമുള്ള ആരുടെയും കയ്യിൽ നിങ്ങളുടെ കയ്യിലേക്ക് നമ്പർ എത്തും. നമ്മുടെ വീടിനടുത്തുള്ളത് എൻ്റെ അസുഖ കാര്യം, അല്ലെങ്കിൽ ഞാൻ ഇപ്പോൾ അനുഭവിക്കുന്ന സിറ്റുവേഷൻ, അല്ലെങ്കിൽ അനുഭവിച്ച് അതിൽ നിന്ന് കാര്യമായ സിറ്റുവേഷൻ പറ്റി പറയണമെങ്കിൽ ഞാൻ കുറച്ച് പുറകോട്ട് പോകാനായിട്ട് വരെ വഴിയില്ല. എന്നെ ജോലിക്ക്, അതായത് എൻ്റെ PG കഴിഞ്ഞ് ജോലിക്ക് എന്നെ ഇന്റർവ്യൂ ചെയ്തെടുക്കുന്നത് എൻ്റെ ആദ്യ ഭർത്താവ് ഇന്റർവ്യൂ ചെയ്തെന്നൊക്കെ പറയുന്നുണ്ട്. ഓക്കെ, അതവിടെ നിൽക്കട്ടെ. നമ്പറിന്റെ കാര്യം, നമ്പർ ഒരാൾ എത്ര നമ്പറിൽ നിന്ന് വിളിക്കും? 10 നമ്പറിൽ നിന്ന് വിളിച്ചാലും 10 വട്ടം ബ്ലോക്ക് ചെയ്താലും ഒട്ടും വരാനും പോകുന്നില്ല. ഞാനിപ്പോൾ പറഞ്ഞു വന്നൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, പോലീസ്, കേരള പോലീസ് എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്. ഇപ്പം ഈ പറയുന്നത്, നിങ്ങളൊരു കല്യാണം കഴിച്ചു, നിങ്ങൾക്കൊരു ഭർത്താവുണ്ട്, കുഞ്ഞുവാവെന്ന് പറയുകയും ചെയ്യും. നിങ്ങൾക്ക് രണ്ടുപേർക്ക് എന്തുകൊണ്ട് പോലീസ് സ്റ്റേഷനിൽ ചെന്ന് കംപ്ലൈൻറ്റ് കൊടുത്തുകൂടാ? ഇന്ന പോലെ ഒരാൾ വിളിക്കുന്നുണ്ട്, എൻ്റെ മുൻ ഭർത്താവാണ്. ലീഗലി നിങ്ങൾ കല്യാണം കഴിച്ചിട്ടുണ്ടെങ്കിൽ അദ്ദേഹം മുൻ ഭർത്താവാണ്, ആണോ? അഥവാ കഴിച്ചിട്ടില്ല, ലിവിങ് റിലേഷൻ ആയിരുന്നെങ്കിൽ ഓക്കെ, അത് വലിയ ഇതില്ല. അപ്പം വേറെ ഒരു അന്യൊരുത്തൻ വിളിച്ച് നിങ്ങളെ ശല്യം ചെയ്യുന്നു, അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് കൊണ്ട് കംപ്ലൈൻറ്റ് കൊടുക്കാൻ പറ്റും. ആ വ്യക്തിയിലെ നമ്പരും കാര്യങ്ങളും പോലീസ് സ്റ്റേഷനിൽ കൊണ്ടു കൊടുക്കുമ്പോൾ പോലീസ് അന്ന് തന്നെ ആക്ഷൻ എടുത്തിരിക്കും, 100% ഉറപ്പാണ്. അന്ന് തന്നെ വിളിപ്പിക്കുകയും ചെയ്യും. അവനെ വിളിച്ചിട്ട് കാര്യങ്ങൾ ചോദിക്കും. അവിടെ ചിലപ്പോൾ ഒരു ദിവസത്തെ കാര്യമുള്ളൂ. ഒരു ദിവസം നിങ്ങളിരുന്ന് സംസാരിച്ച് കഴിഞ്ഞ് അവർ കല്യാണം, നിങ്ങളിപ്പോൾ ചിന്തിക്ക് ദീപ്തി മാഡം, ചിന്തിക്ക്. കാരണം കാലം വേറെയാണ്, 2025 ഇവിടുത്തെ നിയമങ്ങളൊക്കെ മാറി. ഞാനൊരു രാഷ്ട്രീയക്കാരാണ്, പോലീസ് സ്റ്റേഷനിൽ പോകാറുണ്ട്, പ്രശ്നങ്ങൾ പരിഹരിക്കാറുണ്ട്, സംസാരിക്കാറുണ്ട്. ഞാനൊരു രാഷ്ട്രീയക്കാരനാണ്, എല്ലാം ചെയ്ത് എന്നെ കൊണ്ട് പറ്റുന്ന കാര്യങ്ങൾ ഞാൻ ചെയ്യാറുണ്ട്. ഇപ്പം അടുത്ത സമയം കൊണ്ട് കുറച്ച് ദിവസം ഞാൻ വീട്ടിൽ കൊണ്ട് ഇരിക്കുന്നത് മാത്രമേ ഉള്ളൂ. കുറച്ച് വിഷയങ്ങളും കാര്യങ്ങളും, ഹെൽത്ത് ഇഷ്യൂസും ഒക്കെ ഉണ്ട് കാര്യങ്ങൾ. അപ്പോൾ എനിക്കറിയാം ഇതിൻ്റെ കാര്യങ്ങളൊക്കെ. മേഡം ഇങ്ങനെ സംസാരിക്കുമ്പോൾ എനിക്ക് ചിരിയാണ് വരുന്നത്. നിങ്ങൾ ബുദ്ധിപൂർവ്വം ഒന്ന് ആലോചിച്ച് നോക്കുക എൻ്റെ പൊന്നും മേഡം. പോലീസ് സ്റ്റേഷനിൽ കംപ്ലൈൻറ്റ് കാര്യങ്ങൾ കൊടുത്തു കഴിഞ്ഞാൽ ഉറപ്പാണ് ഈ പറയുന്ന വ്യക്തിയെ വിളിപ്പിച്ചിട്ട് മേലാ വിളിക്കില്ലെന്ന് പറഞ്ഞാൽ പിന്നെ അവിടെ വിളി വരത്തില്ല. നിങ്ങൾക്കെന്താ ഇത്രയൊക്കെ ഹോൾഡും കാര്യങ്ങളും ഒക്കെ ഉള്ളെങ്കിൽ ഇത്രയൊക്കെ ചെയ്യുന്ന ദീപ്തി മേഡത്തിന് അതൊന്ന് ചിന്തിക്കാനുള്ളൊരു ബോധമില്ല. അതാണ് ചെയ്യേണ്ടത്. അവിടെ ഒരു സെന്റിമെന്റ്സും ഇല്ല. നിങ്ങളിപ്പോൾ ഒരു ലൈഫ് നല്ല രീതിയിൽ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു ലൈഫിൽ മൂന്നാമതൊരാൾ വരുവാണെങ്കിൽ ഉറപ്പാണ് അതിനെ തുടച്ചു മാറ്റിയേ പറ്റത്തുള്ളൂ. അത് ചിന്തിക്കാനുള്ള, അതിന് ഏത് വഴിയാണ് സ്വീകരിക്കേണ്ടത്? കൊല്ലും കൊലയല്ല ഞാനിവിടെ പറയുന്നത്, കൊല്ലും കൊലയൊന്നുമല്ല ഞാനിവിടെ പറയുന്നത്. മാന്യമായിട്ടുള്ള കാര്യം ഇവിടെ സംസാരിക്കുന്നത്, മാന്യമായിട്ടുള്ളൊരു കാര്യം. നിങ്ങളത് ചിന്തിച്ചു നോക്ക്. ഇത് കാണുന്ന പ്രേക്ഷകരോടും കൂടെ ഞാൻ ഈ ചോദിക്കുന്നത്. 8 ലക്ഷം സബ്സ്ക്രൈബേഴ്സ് ഉണ്ട്, 8 ലക്ഷത്തോളം ഉണ്ട്. ആ കാണുന്ന വ്യക്തിയോടെ ഞാൻ പറയുന്നത്, നിസ്സാരമായിട്ട് നിങ്ങൾക്ക് കൊണ്ട് കേസ് കൊടുത്താൽ തീരാത്ത പ്രശ്നങ്ങളേ ഉള്ളൂ മേഡം.
കേസ് കൊടുക്കുക, അവനെ വിളിപ്പിക്കുക, അതവിടെ സ്റ്റോപ്പ് ചെയ്യിക്കുക. പിന്നെ അവൻ വരത്തില്ല. പിന്നെ അവൻ ഏതെങ്കിലും നമ്പർ കൊണ്ട് വരുവാണെങ്കിൽ, ഇതുപോലൊരു ടീം ഉണ്ടായിരുന്നല്ലോ, ഒരു ഫാമിലി വ്ളോഗ് ഉണ്ട്, ഞാൻ അവരുടെ പേരും കാര്യങ്ങളൊന്നും പറഞ്ഞില്ല, ദീപ്തി ടീച്ചറിന് അറിയായിരിക്കും. റാണി പി സദാശിവന്റെ കാര്യത്തിലൊക്കെ ഇടപെട്ട ഒരു വ്യക്തിയെ, ഞാൻ കൂടുതൽ അതിനെക്കുറിച്ചൊന്നും പറയുന്നില്ല. എനിക്ക് ആ ഒരു വിഷയത്തിലോട്ട് പോകാനും താല്പര്യമില്ല. അവരെ ഹാപ്പി ആയിട്ട് പോകുന്നുണ്ട്. സ്റ്റേഷനിൽ പോയി കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്തപ്പോൾ അത് അവിടെ സ്റ്റോപ്പായി. അത് ആദ്യം ചെയ്യണം. നമുക്ക് വായിട്ടിങ്ങനെ പറഞ്ഞാൽ മാത്രം പോരാ. നിങ്ങൾ സ്റ്റേഷനിൽ പോയി കംപ്ലയിൻറ്റ് ചെയ്യുന്നത് അതൊരു വീഡിയോ ആക്ക്. ഒരു 1, 2, 3 സ്റ്റേഷനിൽ വന്നിട്ട് ഇങ്ങനെയൊക്കെ പറഞ്ഞു, അങ്ങനെ പറഞ്ഞു, അത് ആക്ക്. പക്ഷെ ആ വിഷയം അവിടെ തീരണം. പിന്നെ ആ എക്സ് എന്ന് പറഞ്ഞ ആ വ്യക്തി ഇവിടെ കൊണ്ടുവരേ ചെയ്യരുത്. നിങ്ങളുടെ ലൈഫാണ്, നിങ്ങളുടെ ലൈഫ്, നിങ്ങൾ അതിനെക്കുറിച്ച് സംസാരിക്കാൻ നോക്ക്. ഈ എക്സിൻ്റെ കഥ പറയുമ്പോൾ നാളെ ഇപ്പോൾ ഓക്കെ നമുക്കിതിൽ കൂടെ വരുമാനം കിട്ടുന്നത് എന്തോ ആയിക്കോട്ടെ, ഈ ഇരിക്കുന്ന വ്യക്തിക്കും നാളെ ഒരു നെഗറ്റീവ്, ഇപ്പോൾ കൂടെയുള്ള കുഞ്ഞുവാവയ്ക്കാണെങ്കിൽ പോലും നമുക്ക് എത്ര സപ്പോർട്ട് തന്നെന്ന് പറഞ്ഞാലും ഒരു ചെറിയൊരു ഇത് പാളിക്കഴിഞ്ഞാൽ അതങ്ങനെയാണ്. അത് ഞാൻ പറഞ്ഞതേ ഉള്ളൂ. ഓക്കെ, പിന്നെ ഓരോ വിഷയങ്ങളും ഇനി സംസാരിക്കാനുണ്ട്. അതുകൊണ്ട് ദയവ് ചെയ്തിട്ട് ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും പറയാതിരിക്കുക. ഇതൊക്കെ സിമ്പിളാണ്. നിങ്ങളൊന്ന് വിളിച്ചെന്ന് പോലീസ് സ്റ്റേഷനിൽ സംസാരിച്ചാൽ തീരാവുന്ന കാര്യങ്ങളേ ഉള്ളൂ. ഓക്കെ, നമുക്ക് ബാക്കിയും കൂടെ വെക്കാം. അതായത് എന്റെ PG കഴിഞ്ഞ് ജോലിക്ക് എന്നെ ഇന്റർവ്യൂ ചെയ്തെടുക്കുന്നത് എന്റെ ആദ്യ ഭർത്താവ്, അതായത് വിജയ് എന്ന പേരുള്ള വ്യക്തിയാണ് ഇന്റർവ്യൂ ചെയ്തെടുക്കുന്നത്. 1-2 വട്ടം ഇന്റർവ്യൂ ഉണ്ടായിരുന്നു. ഇന്റർവ്യൂ ചെയ്തെടുത്തു. പിന്നെ കുറേ നാളുകൾക്ക് ശേഷം ഞങ്ങൾ തമ്മിൽ റിലേഷനിലായി. അയാൾ തന്നെ നമ്മളോട് ഇഷ്ടം പറഞ്ഞു, ആലോചിച്ചു. അപ്പോൾ കാരണം ഞാൻ എന്നോട് ചോദിക്കുമ്പോൾ പറയുന്നതെല്ലാം സത്യസന്ധമായ കാര്യമാണ്. അപ്പം തിരിച്ച് എന്നോട് പറയുന്നതെല്ലാം സത്യമാണെന്ന് ഞാനും കരുതി. അത് നിങ്ങൾ ഇത്ര ചിന്തിച്ചാൽ മതി. ഒരു ഡിഗ്രി അല്ലെങ്കിൽ ഒരു PG കഴിഞ്ഞ ഒരു പെൺകുട്ടി അന്നേരത്തെ മെന്റാലിറ്റിയിൽ എന്താണോ ആ ഒരു എക്സൈറ്റ്മെന്റ്, ഒരു പ്രണയത്തിന്റെ എക്സൈറ്റ്മെന്റും കാര്യങ്ങളും എല്ലാം എനിക്കുണ്ട്. ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. ജോലി ആ വഴിക്ക് നടക്കുന്നു, സ്നേഹബന്ധം ഈ വഴിക്ക് നടക്കുന്നു. എന്നോട് ചോദിക്കുമ്പോൾ ഞാൻ പറയുന്നില്ല സത്യസന്ധമായ കാര്യമാണല്ലോ. എന്റെ ലൈഫിൽ എന്തൊക്കെ നടന്നിട്ടുണ്ട്, എന്റെ വീട്ടിൽ ആരൊക്കെയുണ്ട്, നമ്മുടെ വീട്ടിലെ അവസ്ഥ എന്താണ്, എല്ലാം നമ്മൾ കൃത്യമായിട്ട് പറയുമ്പോൾ എന്ത് ചെയ്യും, നമ്മളോട് തിരിച്ചു പറയുന്നതും. എന്റെ അന്നേരത്തെ ഒരു സ്വഭാവം എന്ന് പറഞ്ഞാൽ, അന്നേരം എന്ന് പറഞ്ഞാൽ എനിക്ക് ആരും ഒരു ഡൗട്ടും ഇല്ല. എന്റെ വിചാരം എല്ലാവരും പറയുന്നത് സത്യമാണ്. നമ്മൾ ഈ കുത്തിക്കിഴിച്ച് നോക്കുന്ന പരിപാടിയില്ല. നമ്മൾ സത്യം പറയുമ്പോൾ നമ്മളോട് പറയുന്നത് സത്യമാണ് എന്നൊരു വിചാരം ഉണ്ടല്ലോ. അപ്പം മുൻകാല പ്രണയത്തെ പറ്റി പറഞ്ഞു വരുന്നു, അങ്ങനെ പറയുന്നു, ഇങ്ങനെ പറഞ്ഞു. എല്ലാം സത്യസന്ധമായി ഞാൻ വിശ്വസിക്കുന്നു. വീട്ടുകാരെ എനിക്ക് അറിഞ്ഞൂടാ, പറഞ്ഞു കേട്ടുള്ള അറിവാ. വീട്ടിലെ അവസ്ഥ അത് പറഞ്ഞു കേട്ടുള്ള അറിവാ. എല്ലാം അങ്ങനെയൊക്കെ തന്നെയായിരുന്നു. അങ്ങനെ കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ തൊട്ട് ആളുടെ യഥാർത്ഥ സ്വഭാവം ഇങ്ങനെ പുറത്തു വന്നു തുടങ്ങി. അതായത് ഒരു ടോക്സിക് റിലേഷൻ എന്ന് നമ്മൾ പറയില്ലേ, നമ്മൾ ആരുടെ മിണ്ടാൻ പാടില്ല, അങ്ങനെ വരാൻ പാടില്ല, ഇങ്ങനെ ഒരുങ്ങാൻ പാടില്ല, അങ്ങനെ സംസാരിക്കാൻ പാടില്ല. ഞാനാണ് നല്ല എന്തായാലും ആ വ്യക്തിയാണ് ആദ്യം ഇന്റർവ്യൂ ഒക്കെ ചെയ്തതും പിന്നെ അവർ പ്രണയത്തിലാവുകയൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. ഓക്കെ, നല്ല കാര്യം. പ്രണയത്തിലായി. പിന്നെ കുറച്ച് നേരം കഴിഞ്ഞപ്പോഴത്തേക്ക് മീൻസ് അങ്ങോട്ടും ഇങ്ങോട്ടും അവരുടെ കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്യുമെന്നാണ് പറയുന്നത്. ഷെയർ ചെയ്യുന്ന ഏറ്റവും കൂടുതൽ ഒരു നല്ല കാര്യം തന്നെയാണ്. കാരണം നമ്മുടെ മനസ്സിലെ കാര്യങ്ങൾ നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു വ്യക്തിയോട് പറയുമ്പോൾ ഉണ്ടാകുന്ന ഒരു കാര്യങ്ങൾ, പിന്നെ അത് അവരുടെ മറുപടി കേൾക്കുമ്പോൾ അല്ലെങ്കിൽ അവരുടെ കാര്യങ്ങളും ഇതുമായിട്ടൊക്കെ ഒന്ന് കണക്ട് ചെയ്യുമ്പോൾ ഭയങ്കര ഇതായിരിക്കും. ആദ്യത്തെ പ്രണയം എന്നൊക്കെ പറഞ്ഞാൽ, ആദ്യത്തെ പ്രണയം എന്നല്ല, ഈ ഒരു പ്രണയത്തിൻ്റെ തുടക്കം, ആ ഒരു ഫീൽ ഉണ്ടല്ലോ, അതിങ്ങനെ സംസാരിച്ചൊക്കെ വന്ന് കഴിയുമ്പോഴാണ് ചില പ്രശ്നങ്ങൾ വരുന്നത്. ഒരു ടോക്സിക് എന്ന് മേഡം പറയുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, ആണുങ്ങൾ ടോക്സിക് ആവുന്നത് എനിക്ക് അത്ര ഇഷ്ടമായിട്ടുള്ള കാര്യങ്ങളൊന്നുമല്ല. ബിക്കോസ് ഞാൻ ഇച്ചിരി റൊമാൻറ്റിക് ആണ് കേട്ടോ. കുഞ്ചാക്കോബൻ്റെ ഒരു ഭയങ്കര ഫാനായതുകൊണ്ട് ഞാൻ പറയുക, ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞതേ ഉള്ളൂ. ഓക്കെ, ഈ ടോക്സിക് ആവുന്നതെന്ന് വെച്ചാൽ പല ടോക്സിക് റിലേഷനും ഞാനും കണ്ടിട്ടുണ്ട്. ഫ്രണ്ട്സിൻ്റെ ഒക്കെ ഞാൻ വിചാരിച്ചു മോശമാണ് ഇങ്ങനെയൊക്കെ കായങ്കിയും കൂവൊക്കെ വിളിച്ച് സംസാരിക്കുകയൊക്കെ ചെയ്യുന്നത്. ഓക്കെ, ഇത് ഒരു മനുഷ്യൻ ടോക്സിക് ആവുന്നത് അനുഭവം കൊണ്ട് ഞാൻ പറയാം. നമ്മൾ സ്വാതന്ത്ര്യം എന്ന് പറഞ്ഞൊരു സാധനം കൊടുക്കും, ഇഷ്ടമുള്ളടുത്ത് പോകാൻ പറയും, അടിച്ചു പൊളിച്ച് പോയിട്ട് വാ എന്നൊക്കെ പറയുകയൊക്കെ ചെയ്യും. അത് കഴിയുമ്പം ആ നമ്മൾ കൊടുക്കുന്ന ഒരു സ്വാതന്ത്ര്യമുണ്ട്. ആ സ്വാതന്ത്ര്യ സമയത്തിലാണ് ഓക്കെ നമ്മൾ ചിലപ്പോൾ ഇച്ചിരി കൂടെ ഇങ്ങനെ താന്ന് അങ്ങ് പോകുന്നൊരു സിറ്റുവേഷനുണ്ട്. ആ സമയത്താണ് ഇവർ കയറി അങ്ങ് വലിയ ആളങ്ങ് കളിക്കും. അങ്ങനെ കുറച്ച് ആൾക്കാരുണ്ട്. അവിടെ പിന്നെ നമുക്കെതിരെ സംസാരിക്കാവും, നമ്മൾ ചെയ്താൽ കുറ്റം, ഇത് ചെയ്താൽ കുറ്റം, അത് ചെയ്താൽ കുറ്റം, അങ്ങനെ. പിന്നെ ഇത് വെച്ചിട്ട് ഒരു തേർഡ് പാർട്ടി കയറി വന്നാലോ അങ്ങോട്ടായിരിക്കും കൂടുതലും കാര്യങ്ങളുമൊക്കെ. അത് പിന്നെ വേറെ വിഷയത്തിലോട്ട് പോകും. അങ്ങനെ ചിലവർ സഖി കേട്ട് സ്ട്രിക്റ്റ് ആവുന്നതാണ്. ചിലവരുടെ കാര്യം, ഞാൻ എൻ്റെ കാര്യമൊക്കെ ഉദ്ദേശിച്ചത്. ഓക്കെ, പണ്ടത്തെ കാര്യം കേട്ടോ ഈ പറയുന്നത്. ഇപ്പം നമുക്ക് അങ്ങനെ ഒന്നുമില്ല, നമ്മുടെ കാര്യം നോക്കി സുഖമായിട്ട് പോവുകയൊക്കെ ചെയ്യുന്നുണ്ട്. ഓക്കെ, പിന്നെ ടോക്സിക് റിലേഷൻഷിപ്പ് എന്നൊക്കെ പറയുകയൊക്കെ ചെയ്യുന്നുണ്ട്. എങ്ങനെ ആ വ്യക്തി നിങ്ങൾ ലീഗലി കല്യാണം കഴിച്ചിട്ടില്ലല്ലോ, ഇല്ല, ഇത് നിങ്ങളായിട്ട് തന്നെ ഡിസൈഡ് ചെയ്തൊരു സംഭവമാണ്. പിന്നീടാണ് അറിയുന്നതെന്ന് തോന്നുന്നു കല്യാണം കഴിച്ചതും കുട്ടികളുണ്ടാകുന്ന കാര്യങ്ങളൊക്കെ എങ്ങാണ്ട് ഇങ്ങനെ പറയുന്നത് കേട്ടിട്ടുണ്ടായിരുന്നു. ഓക്കെ, അത് കഴിഞ്ഞിട്ടും ആ വ്യക്തിയുടെ അടുത്ത് നിന്നത് ആരാ? നിങ്ങൾ തന്നെയാണ്.
വേറെ ആരും അല്ലല്ലോ. ഓക്കെ, പിന്നെ ഈ ഓരോ വീഡിയോസിൽ വന്നിട്ട് ഇങ്ങനെ പറയുന്നത് കേട്ടിട്ടുണ്ട്, ഇന്ന പോലെ അദ്ദേഹത്തിന് നല്ല രീതിയിൽ ഇംഗ്ലീഷ് അറിയാം, നല്ല രീതിയിൽ സംസാരിക്കാറുണ്ട്, ഭയങ്കര കഴിവാണ്, അതാണ് മറ്റാണ് മറിച്ചാണ് മാങ്ങയാണ്. ഈ വ്യക്തിയെ കാണാത്ത ഒരു വ്യക്തിയെക്കുറിച്ച് നിങ്ങൾ പറയാതെ അങ്ങേയറ്റം ബൂസ്റ്റ് കൊടുത്തിട്ട് നിങ്ങൾ തന്നെയാണ് താത്ത് കൊണ്ടുവരികയും ചെയ്തത്. ഇതൊക്കെ ഓരോ വ്യക്തികൾ പറയുന്ന ഇതൊക്കെ കേട്ടാല ചിരിച്ചെന്നല്ല, നമുക്ക് എന്താ പറയണ്ടേ, ചിരിയും വരും, പുച്ഛവും തോന്നും. ഞാനങ്ങ് പറഞ്ഞതേ ഉള്ളൂ. പി ജി സമയത്തെ കാര്യങ്ങളൊക്കെ പറയുമ്പം എന്താ പറയണ്ടേ, എനിക്ക് തോന്നുന്നു 16-17 വയസ്സ് പറയുന്ന പോലെ സംസാരിക്കുകയൊക്കെ ചെയ്യുന്നത്. ആ സമയം ഒരു 10-25 ആ ഒരു റേഞ്ച് വയസ്സ് കാണുവാൻ ആ ചാൻസ് കൂടുതലൊക്കെ. മെച്ചുവേർഡാണ്, ഒരു പ്രാപ്തിയുണ്ട്, എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കാനുള്ള ബോധവും കാര്യങ്ങളും ഒക്കെ ഉള്ളൊരു വ്യക്തി തന്നെയാണ്. ഓക്കെ, എന്നാലും നമുക്ക് ബാക്കിയും കൂടെ കേൾക്കാം. അപ്രതീക്ഷിതമായിട്ട് ആളുടെ ഫോണ് എനിക്ക് എന്തോ, പുള്ളി ഫോണിൽ ഓരോ ഫോട്ടോസൊക്കെ ഇങ്ങനെ കണ്ട് മെയിലിൽ നിന്നൊക്കെ ഓരോന്ന് കണ്ടിട്ട് ഫോൺ അവിടെ വെച്ചു. ആളുടെ ഫോണിന് എൻ്റെ കയ്യിൽ, എനിക്ക് ലോക്കറിയാം. ഞാൻ നോക്കുമ്പോൾ ആള്, ഒരു സ്ത്രീ, 2 കുട്ടികൾ, അതായത് ഒരു ഫാമിലി ഫോട്ടോ. ഞാൻ കണ്ട് ശരിക്കും ഞാൻ ഷോക്കായി പോയി. കാരണം അത്യാവശ്യം വലിയ കുട്ടികളാണ്, നല്ലൊരു ഫാമിലി ഫോട്ടോ തന്നെയാണ് പുള്ളിക്ക്. അപ്പം നമ്മൾ ഡി അഡിക്ഷൻ സെന്ററിൽ നിന്നൊക്കെ വന്ന സമയമാണ്, 2ാമത്തെ ട്രിപ്പ് വന്ന സമയമാണ്. ആ സമയമാണെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ഞാനെന്നിട്ട് പുള്ളിക്ക് ബോധം വന്ന് ഡി അഡിക്ഷൻ സെന്ററിൽ നിന്ന് വന്നു, പുള്ളി നോർമലായിട്ടില്ല കേട്ടോ. പുള്ളി വീണ്ടും ഇത് തന്നെ പരിപാടി നോക്കിയപ്പോഴത്തേക്ക് അത് പുള്ളി എന്താ ചെയ്യുന്നതെന്ന് എനിക്ക് അറിഞ്ഞൂടാ. ആൾക്ക് മണമൊന്നും വരത്തില്ല, കള്ളിന്റെ മണമായിട്ട് ഇങ്ങനത്തെ സംഭവമൊന്നുമില്ല. പക്ഷെ ആൾ നോർമലല്ല. ഞാനിത് കണ്ട കാര്യം ഞാൻ പറഞ്ഞു. അപ്പോൾ എൻ്റെ അടുത്ത് ഇരുന്നിട്ട് കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞു. അപ്പോഴാണ് ഞാൻ അറിയുന്നത് പുള്ളി കുറേ വർഷങ്ങൾക്ക് മുന്നേ കല്യാണം കഴിച്ചതായിരുന്നെന്നും ഞാനും പുള്ളിയും പരിചയപ്പെടുന്ന സമയത്തിന് കുറച്ച് നാൾ മുന്നേ ഉള്ള ഫോട്ടോയാണ്. അതായത് 2 ആമക്കള്, അത് ഭാര്യ. അതായത് പുള്ളി ഓൾറെഡി മാരീഡ് ആയിരുന്നു. ഇവർക്ക് 3 കുട്ടികളുണ്ടായിരുന്നു. ആദ്യം ഒരു പെൺകുട്ടിയായിരുന്നു, അതിന് എന്തോ മെന്റലി കുറച്ച് പ്രശ്നങ്ങളുള്ള, മെന്റലി റിട്ടാർഡ് ആയിരുന്നു, അതിന് എന്തോ അസുഖം ഉണ്ടായിരുന്ന കുഞ്ഞാണ്. അവർ മധ്യപ്രദേശിലെ മറ്റോ വരുന്ന സമയത്ത് അവിടെ വെച്ച് മരിച്ചു. അവിടെ വെച്ച് തന്നെയാണ് ആ കുഞ്ഞിനെ അടക്കിയത്. അത് കഴിഞ്ഞുള്ള 2 ആൺകുട്ടികളാണിത്. ഇവര് ലീഗലി ഡിവോഴ്സ് ആണെന്ന് പറയുന്നു. നിങ്ങൾ എന്റെ അവസ്ഥയൊന്ന് ഓർത്തു നോക്കി. 8 വർഷത്തോളം ഞാൻ അറിയാതെ പോയ ഒരു രഹസ്യം. അപ്പൊ ഇപ്പം മക്കൾ അത്യാവശ്യം നല്ല പ്രായം ഉണ്ടാവത്തില്ലേ ആൾക്ക്. അത് വല്ലാത്തൊരു അവസ്ഥ തന്നെയാണ്. ഉള്ള കാര്യം തുറന്നു പറയാം, അങ്ങനെയൊക്കെ ഒരു അവസ്ഥ വരുവാണെങ്കിലേ. പക്ഷേ ഈ 8 വർഷം റിലേഷൻ ആയ സമയത്താണെങ്കിലും ഇദ്ദേഹത്തിൻ്റെ ഫാമിലി, അച്ഛൻ, അമ്മ ഒക്കെ ഒന്ന് തിരക്കിക്കൂടായിരുന്നു? അത് അവരുണ്ടായിരുന്നു. അപ്പോൾ അവരാണെങ്കിലും ഒന്നും പറയത്തൊന്നുമില്ലായിരുന്നു. അല്ലെങ്കിൽ ആ വ്യക്തിനെ കുറിച്ച്, ആ ഫ്രണ്ട്സും കാര്യങ്ങളും ഒക്കെ എന്താണ് സംഭവം? നിങ്ങൾ എന്തായാലും ലീഗലി കല്യാണം കഴിച്ചിട്ടില്ല, ലിവിങ് റിലേഷൻസ് ആവാനാണ് ചാൻസ്. പിന്നെ എവിടെയോ എന്തൊക്കെയോ ഒരു തകരാറ് പോലെയൊക്കെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. 8 വർഷത്തെ റിലേഷൻ എന്ന് പറയുകയും ചെയ്യുന്നു. എന്താ മാഡം, നിങ്ങൾ ഇത്രയ്ക്ക് ഇതേ ഉള്ളൂ? ഞാൻ ചിന്തിച്ചു കൊണ്ടേ, ഇതൊക്കെ ചിന്തിക്കേണ്ട ആരുടെ ഭാഗത്താണ്? ഒരു പെണ്ണാണ്, എല്ലാ കാര്യത്തിനും തൻ്റെ അടുത്തോടെ നിൽക്കുന്ന ഒരു വ്യക്തി, എല്ലാം പബ്ലിക്കോടെ പറയുന്ന ഒരു വ്യക്തിയാണോ ഇതൊക്കെ ചെയ്തതെന്ന് പറഞ്ഞ് ആരെങ്കിലും വിശ്വസിക്കുമോ? എനിക്കെന്തോ ഒരു തകരാറ് പോലെ ഫീൽ ചെയ്യുന്നത്. ഇത് എന്തൊക്കെയായി കേൾക്കുന്നത് എന്നൊന്നും മനസ്സിലാവുന്നില്ല. ദീപ്തി ഒരു കാര്യം കൂടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അമ്മയാണ് മകൻ എല്ലാ കാര്യത്തിനും സപ്പോർട്ടും കാര്യങ്ങളും എന്നൊക്കെ. ഓക്കെ, എന്തായാലും ഈ പറയുന്ന വ്യക്തി എന്തായാലും രംഗത്തൊന്നും വന്നിട്ടൊന്നുമില്ല. ഇപ്പം അദ്ദേഹം കിടന്നിങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കുക എന്ന് പറയുകയും ചെയ്യുന്നുണ്ട്. അദ്ദേഹം വിളിക്കുവാണെങ്കിൽ ഉറപ്പാണ് അത് കംപ്ലൈൻറ്റ് ചെയ്യേണ്ട ഒരു ഉത്തരവാദിത്വം നിങ്ങൾക്കാണ്. അത് കംപ്ലൈൻറ്റ് ചെയ്തേ പറ്റത്തുള്ളൂ. കംപ്ലൈൻറ്റ് ചെയ്തില്ലെങ്കിൽ അത് ഏറ്റവും വലിയൊരു മോശമായിട്ടുള്ളൊരു കാര്യം തന്നെയാണ്. ഇല്ലെങ്കിൽ അത് തന്നെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. ഇപ്പം ഈ ഒരു വീഡിയോയിൽ ഇദ്ദേഹത്തിന് എഴുതേണ്ട ആവശ്യമില്ല. അവരുടെ പഴയ കഥ കേൾക്കാൻ വേണ്ടി അദ്ദേഹത്തിനെ കുറിച്ച് പറയണമെന്നൊക്കെ പറഞ്ഞിട്ട് വന്ന് പറയുമ്പോഴേ അതിനോടൊന്നും എനിക്ക് വലിയ യോജിപ്പേ ഇല്ല. കാരണം ആ കഥ പറയുമ്പോൾ വിയാടെ കഥ പറയണമെന്നൊക്കെ പറയുമ്പോഴേ. ഓക്കെ, ബാക്കിയും കൂടെ കേൾക്കാം. നമ്പർ 1 കൂടെ നിന്നത് അദ്ദേഹത്തിന്റെ അമ്മയാണ്. ആദ്യകാലം തൊട്ടേ എന്നോട് ഫോൺ വിളിക്കും. ഒരിക്കൽ പോലും എന്നോട് ഇക്കാര്യം പറഞ്ഞിട്ടില്ല. അവന് പണ്ടൊരു അഫയർ ഉണ്ടായിരുന്നു, ഇത് മാത്രം പറഞ്ഞിട്ടുണ്ട്. ഇതല്ലാണ്ട് ഒന്നും ആ സ്ത്രീ പറഞ്ഞിട്ടില്ല. പിന്നെ നല്ലമ്മ അല്ല, ഇപ്പം എന്ത് പറയാനാ. ഓക്കെ, എന്തായാലും അവർക്കും കൂടെ ഒരു ഭാവം ഉണ്ടല്ലോ, ഒരു പക്ഷം ഉണ്ടല്ലോ. അത് നമുക്ക് എന്തെങ്കിലും കേൾക്കാൻ ഭാഗ്യം ഉണ്ടെങ്കിൽ നമുക്ക് കേൾക്കാം. അഥവാ ആ വ്യക്തിയുടെ ഒരു തുമ്പ് കിട്ടിയാൽ മതി, ബാക്കി കാര്യം ഞാൻ എത്തി. നല്ല ആൾക്ക് ജീവിതത്തിൽ ഞാൻ ആ ഒരു റിലേഷൻ ചെയ്തൊരു നല്ലൊരു കാര്യം എന്ന് പറഞ്ഞാൽ, ഞാൻ പുള്ളി ആദ്യകാലം തൊട്ട് തന്നെ ഉപദ്രവിക്കാൻ തുടങ്ങിയപ്പോഴേ ഞാൻ പറഞ്ഞു, നമുക്ക് പിന്നെ അതൊരു കാരണമായിട്ടല്ല പറഞ്ഞ്, നമുക്ക് നിയമപരമായിട്ട് ഇപ്പം ലീഗലി കല്യാണം കഴിക്കണ്ട, രജിസ്റ്റർ ചെയ്യണ്ട, അത് പറഞ്ഞ പാടെ പുള്ളി സമ്മതിച്ചു. അപ്പോൾ പോലും ഞാൻ വിചാരിച്ചിട്ടില്ലായിരുന്നു പുള്ളി ഓൾറെഡി മാരി ചെയ്തതുകൊണ്ടാണ് ഇത് വേണ്ട, ലീഗലി ചെയ്യണ്ട എന്നുള്ള കാര്യം പുള്ളി സമ്മതിച്ചെന്ന് ഞാൻ ചിന്തിച്ചിട്ടില്ല. ഒരിക്കൽ പോലും പുള്ളിനെ നിർബന്ധിച്ചിട്ടില്ല. ഞാൻ എന്നെങ്കിലും ഇടയ്ക്ക് എപ്പോഴൊക്കെയോ എൻ്റെ മനസ്സിൽ തോന്നും ഇത് ഇട്ടെറിഞ്ഞ് പോകേണ്ടി വന്നാൽ അത് നാളെ ഒരിക്കൽ ഒരു ബാധ്യത 2 പേർക്കും പരസ്പരം ആവരുത് എന്ന്. അപ്പം ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നു. അടിപൊളി.
എനിക്ക് പറയാൻ വന്നൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, പണ്ടുള്ള വീഡിയോസിലൊക്കെ ഇവരുടെ സബ്സ്ക്രൈബർ എന്നോട് പറഞ്ഞാണ്, ഇവരുടെ വീഡിയോ കാണുമ്പോൾ തന്നെ അദ്ദേഹത്തിൻ്റെ ഇംഗ്ലീഷിനെ കുറിച്ചാണ് പറയുന്നത്. അദ്ദേഹത്തിനെ കുറിച്ച് ഭയങ്കര പോസിറ്റീവായിട്ടാണ് ഈ ഒരു വ്യക്തി പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എപ്പോൾ നോക്കിയാലും എൻ്റെ വിജയേട്ടനെ കുറിച്ച് പറയാനേ നേരമുള്ളൂ. ആ വ്യക്തിനെ, അത്രയും സ്നേഹിക്കുന്ന ആ വ്യക്തിനെ ഒന്ന് കല്യാണം കഴിക്കാൻ നിർബന്ധിച്ചില്ലേ? ഞാൻ ആലോചിക്കുമോ, അത്രയും സ്നേഹിക്കുന്നൊരു വ്യക്തിനെ കല്യാണം കഴിക്കാൻ ഇത് തോന്നിയില്ലേ? ഓക്കെ, ഇടിക്കാൻ തുടങ്ങി എന്നൊക്കെ പറയുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. ചിലപ്പോൾ വിട്ടെറിഞ്ഞ് പോയാൽ അപ്പോൾ അത്രേ ഉള്ളായിരുന്നു ബന്ധവും കാര്യങ്ങളൊക്കെ. എനിക്കിതിനോടൊക്കെ എനിക്ക് ഒരു യോജിപ്പും ഇല്ല കേട്ടോ. ഉള്ള കാര്യം തുറന്നു പറയാമല്ലോ, ഉള്ള കാര്യം ഞാൻ തുറന്നു പറയാം, ഒരു യോജിപ്പും ഇല്ല എനിക്ക്. ഇത് കണ്ടിട്ട് ചിലപ്പോൾ എന്നെ തന്തയ്ക്ക് വിളിക്കുമായിരിക്കും, പച്ചക്കാട്ടുമായിരിക്കും. പക്ഷെ ഞാൻ പറയേണ്ട കാര്യങ്ങൾ ഉള്ളതായിട്ട് ഞാൻ പറയും. എന്തോ കഥയാണ് ഇത്, നിങ്ങൾ തന്നെ ഒന്ന് ആലോചിച്ച് നോക്ക്. പണ്ട് കാലത്ത് അദ്ദേഹത്തിനെ കുറിച്ച് വാഴ്ത്തി സംസാരിക്കുന്ന ഒരു വ്യക്തി, അത് അത്രയും സ്നേഹിക്കുന്ന ഒരു വ്യക്തി, ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കുന്ന ഒരു പെണ്ണ്, ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കുന്ന പെണ്ണ് എന്നെ താലി കെട്ടെന്ന് തന്നെ പറയും. അത് ഉറപ്പാ, എന്നെ താലി കെട്ടെന്ന് തന്നെ പറയും. അങ്ങനാണ് പെണ്ണുങ്ങൾ. ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കുന്ന പെണ്ണാണെങ്കിൽ അത് പറഞ്ഞിരിക്കും, ഉറപ്പായിട്ടും പറഞ്ഞിരിക്കും, ഉറപ്പായിട്ടും. ഞാൻ അവനെ വാഴ്ത്തി പറയുമൊന്നുമല്ല, ചിലപ്പോൾ ചെറ്റയായിരിക്കാം, നാറിയായിരിക്കും, എന്തുമായിരിക്കാം. പക്ഷെ ഒരു പെണ്ണ് ആത്മാർത്ഥമായിട്ട് ആ സ്നേഹിക്കുന്നെങ്കിൽ അതങ്ങനെ സംഭവിക്കും. ഓക്കെ, അദ്ദേഹം ബുദ്ധിരോഹിക്കാൻ തുടങ്ങിയപ്പോഴാണ് നമുക്ക് കല്യാണം കഴിക്കേണ്ട എന്നുള്ള രീതി പറയുകയൊക്കെ ചെയ്യുന്നത്. നല്ല കഥ എന്തായാലും കൊള്ളാം. അടുത്ത കഥ കേൾക്കട്ടെ. എന്റെ ജീവിത പങ്കാളി ഇതിനു മുന്നേ എന്നെ ഉപദ്രവിച്ചിട്ട് എനിക്ക് മരുന്നായിട്ട് തന്ന ഗുളികകൾ, അതാണ് ഞാൻ പറഞ്ഞ വേദന മാറ്റാൻ വേണ്ടി നമ്മൾ സ്നേഹിക്കുന്ന വ്യക്തി തന്നു, നമ്മൾ കഴിച്ചു. അത് അങ്ങ് ശരീരത്തിൽ അഡിക്ഷൻ പോലെ അങ്ങ് ആയിപ്പോയി. അപ്പൊ ഈ ഒരു 2 വർഷം എന്നെ കൊണ്ട് എനിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. 2 തവണ ഒരാശുപത്രി പോയി, പറ്റിയില്ല, എന്നെ കൊണ്ട് നിർത്താൻ പറ്റിയില്ലായിരുന്നു. ഇപ്പോൾ ഈ ഒരു കഴിഞ്ഞ കുറേ ദിവസം ഒരാശുപത്രിയിൽ സത്യം പറഞ്ഞ ജയിലിൽ കിടക്കുന്ന പോലെ, അല്ലെങ്കിൽ ഇത് നിർത്താൻ വേണ്ടിയിട്ട് ഇവിടെ തന്നെ സിസ്റ്റർമാരുടെ ഒരു ആശുപത്രിയിൽ പോയി സത്യം പറഞ്ഞ ഒരു ജയിൽ പോലെയുള്ളവരുടെ അടച്ചിട്ടു എന്ന് തന്നെ പറയാം. അങ്ങനെയുള്ളവരിടത്ത് നിന്ന് അവിടെ നിന്നാണ് ഇപ്പോൾ എൻ്റെ ഈ ഒരു പെയിൻ കില്ലർ കഴിക്കുക എന്നുള്ള ആ ഒരു, അതായത് ശരീരത്തെ വേദന എന്റെ ശരീരത്തിൽ ഇല്ല എന്നുള്ളത് എന്റെ തലച്ചോറിനെ പറഞ്ഞ് മനസ്സിലാക്കിയതാണോ അതോ എന്റെ ശരീരത്തിൽ നിന്ന് വേദന എടുത്ത് മാറ്റിയിട്ടാണോ എന്ന് എനിക്കറിയത്തില്ല. എനിക്കിപ്പോൾ ഒരു കുഴപ്പമില്ല. കുറേ ദിവസം ഞാൻ ആശുപത്രിയിൽ കിടന്നു. അത് ആശുപത്രിയല്ല, ശരിക്കും പറഞ്ഞ ഒരു ജയിൽ തന്നെയാണ്. എനിക്കത് പറയുന്നതിൽ യാതൊരു കണക്കെടുമില്ല. എന്നെപ്പോലെയുള്ള ഒരുപാട് പെൺകുട്ടികളുണ്ടാവും, ഇങ്ങനെ മരുന്ന് കഴിക്കുന്നതല്ല ഞാൻ പറഞ്ഞ്, ടോക്സിക് റിലേഷനിലുള്ള ഒരുപാട് പേരുണ്ടാവും. നമ്മൾ ഓർക്കും അവർ നമ്മളെ ചിലപ്പോൾ കൊല്ലും, അല്ലെങ്കിൽ നമ്മളില്ലെങ്കിൽ അവർ പാവം എന്ത് ചെയ്യും, അയ്യോ നമ്മളൊരു ബന്ധം. എല്ലാം അടുത്ത സമയത്ത് തന്നെ ആയിരുന്നല്ലേ റിലേഷൻ ബ്രേക്ക് ആയതും ഈ ആങ്ങളെപ്പോലെ ഇരിക്കുന്ന വ്യക്തിയെ പെട്ടെന്ന് ഇഷ്ടം തോന്നിയും കല്യാണം കഴിക്കാനും ഒക്കെ തോന്നിയും എല്ലാം ഒരുപോലെ ആയിരിക്കും. ഞാൻ ഇവരുടെ വിഷമത്തെ ഞാൻ കളിയാക്കുമല്ല, പക്ഷെ എനിക്കൊരു കോമഡി ആയിട്ട് ചിലപ്പോൾ ഫീൽ ചെയ്യുന്നുണ്ട്. എന്നെ വന്ന് തന്തയ്ക്ക് വിളിക്കുമായിരിക്കും നിങ്ങൾ, പക്ഷേ എവിടെയോ എന്തോ എനിക്കൊരു തകരാറ് ഫീൽ ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാനിങ്ങനെ സംസാരിക്കുന്നത് കേട്ടോ. ഉള്ള കാര്യം തുറന്നു പറയാം, എനിക്ക് ഭയങ്കര തകരാറ് ഫീൽ ചെയ്യുന്നുണ്ട്. കാരണം എനിക്ക് നെഗ് അടിക്കുന്നത്, എനിക്ക് പോസിറ്റീവ് പറയാൻ പറ്റുന്നില്ല ഈ ഒരു കാര്യത്തിലാണ്. ചിലപ്പം ഇവരുടെ ലൈഫിൽ ആ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കാം. ഓക്കെ, ഞാൻ കൂടുതൽ അതിനെക്കുറിച്ചൊന്നും സംസാരിക്കുന്നില്ല. ഒരു കാര്യം ഞാൻ പറയും, ഈ ഒരു വീഡിയോയിൽ എന്തായാലും ആൾക്കാർക്ക് എന്നെ വെറുപ്പ് വരും. ഉള്ള കാര്യം ഞാൻ തുറന്നു പറയാം. എനിക്കെന്തോ ഭയങ്കരമായിട്ട് ഒരു വെറുതെ വന്നിട്ട് ചുമ്മാ ഓരോ കോണ്ടന്റിന് വേണ്ടി ഓരോ കാര്യങ്ങൾ പറയുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞാൻ ആശുപത്രിയിലായത്, ഞാൻ ഇതുപോലെ വേദന മാറാൻ മരുന്ന് കഴിച്ച് അതിന് അടിമപ്പെട്ടിട്ട് ജയിൽ പോലെ ഇടത്ത് ഞാൻ കുറേ നാൾ ഇങ്ങനെ കിടന്ന് അവരെൻ്റെ അസുഖം ചികിത്സിച്ച് മാറ്റി, ആശുപത്രിയിൽ ചികിത്സിച്ച് മാറ്റി. ഞാൻ ആശുപത്രിയിലാണെന്നുള്ളത് ഞാൻ കമ്മ്യൂണിറ്റി പോസ്റ്റ് ഇട്ടു. കാരണം അവിടെയുള്ള എല്ലാ സ്റ്റാഫുകളും അറിയാം ഞാൻ ഇങ്ങനെ ഒരു അവസ്ഥയിൽ ഞാൻ മരുന്നിന് അടിമപ്പെട്ടു, ഞാനിവിടെ ഇതുപോലെ ജയിൽ പോലെ ഇടത്ത് വന്ന് കിടക്കുകയാണ്, അല്ലെങ്കിൽ ഇതുപോലെ ഒരു ആശുപത്രി ഞാനിത് മരുന്ന് കഴിച്ചിട്ട് ഞാൻ ഇതുപോലെ അസുഖം മാറാൻ ആശുപത്രി ദിവസങ്ങളായിട്ട് കിടക്കുകയാണെന്ന് പറയുമ്പോൾ ഞാൻ എങ്ങനെ വന്ന് വീഡിയോയിൽ ഞാൻ വേറെ എന്തെങ്കിലും ആണ്, അല്ലെങ്കിൽ ഞാൻ ആശുപത്രിയിലല്ല, അങ്ങനെ ഇങ്ങനെയൊക്കെ ഞാൻ ഇങ്ങനെ പറയും. ആശുപത്രിയിലെ കാര്യം പറയാമെന്ന് ബാക്കി പറഞ്ഞിട്ട് ഞാൻ ഇതുവരെ പറഞ്ഞില്ല എന്ന് പറഞ്ഞ് വളരെ വേദനയോടുകൂടി റിയാക്ട് ചെയ്ത ചെറിയ ഞാൻ അറിഞ്ഞു. നിങ്ങളോട് ഞാൻ ചോദിക്കും, നിങ്ങളുടെ വീട്ടിലും നിങ്ങളുടെ കൂട്ടുകാരും ഇങ്ങനെ പലരും പുറത്ത് പറയാൻ പറ്റാണ്ട് ഇങ്ങനെ വിങ്ങിപ്പൊട്ടി വേദനയോട് ഇരിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. ഇപ്പൊ ഈ റിയാക്ട് ചെയ്യുന്നില്ലേ, നിങ്ങൾ ഈ റിയാക്ട് ചെയ്യുന്ന അതേ തരത്തിൽ എന്തെങ്കിലുമൊക്കെ നിങ്ങൾ പറയുന്നോർത്തിട്ടാണ് തുറന്നു പറയുന്നത്. എനിക്കാരും ഇല്ലായിരുന്നു തുറന്നു പറയാൻ. ചേച്ചി, ഒറ്റയ്ക്ക് ഇരിക്കുന്നവന്റെ ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. സീരിയസ്ലി ഞാൻ പറയാം, ഈ പറയുന്ന ട്രോമയും കാര്യങ്ങളൊക്കെ ലൈഫിൽ ഉണ്ടായിട്ടുണ്ട്. ഈ പറയുന്ന കുടിക്കുന്നവനാണെങ്കിൽ കുടിച്ചിട്ട് കിടക്കാം, വലിക്കുന്നവനാണെങ്കിൽ വലിച്ചിടക്കാം. ഇതൊന്നും ഇല്ലാത്ത പരിപാടിയായിരുന്നു എനിക്ക്. ഒന്നുമില്ല, ഇപ്പോഴും ഒന്നുമില്ല. എനിക്കൊരു ബ്രേക്കപ്പ് ഉണ്ടായ സമയത്ത് നല്ല പ്രഷറും നല്ല പ്രശ്നങ്ങളും കാര്യങ്ങളും ഉണ്ടായിരുന്നു. അത് നമ്മുടെ വിഷമം നമ്മൾ കരഞ്ഞു തീർക്കുകയൊക്കെ തന്നെ ആയിരുന്നത്. പക്ഷേ നമ്മുടെ ലൈഫിൽ ഒരാൾ വന്നു കഴിഞ്ഞാൽ ഒരു കുഴപ്പവും ഉണ്ടാവില്ല, നോർമലായിട്ട് അങ്ങ് പോവുകയും ചെയ്യും. ഇപ്പം ഞാനത് പറയാനുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇപ്പം നിങ്ങളുടെ കൂടെ ഒരാളുണ്ട്, കുഞ്ഞുവാവി എന്ന് പറഞ്ഞൊരു ആളുണ്ട്. അദ്ദേഹം നല്ല രീതിയിൽ നിങ്ങളെ കെയർ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു മരുന്നിൻ്റെ ആവശ്യമില്ല. സത്യം പറഞ്ഞാൽ
പറഞ്ഞാൽ മനസ്സിലായോ? ഒരു മരുന്നിൻ്റെ ആവശ്യമില്ല. ഏറ്റവും വലിയൊരു മെഡിസിനാണ് ആ മനുഷ്യൻ. അതിനെ നല്ല രീതിയിൽ സ്നേഹിച്ച് നല്ല രീതിയിൽ മുന്നോട്ട് പോയാൽ ഒരു കുഴപ്പവും ഉണ്ടാവില്ല. ഉള്ള കാര്യം ഞാൻ തുറന്നു പറഞ്ഞാൽ പക്കയായിട്ട്. ഞാനും മുൻഭർത്താവിന്റെ കാര്യം ഞാൻ കുറച്ചേ പറഞ്ഞിട്ടുള്ളൂ. ഇതിന് മുന്നേ ഞാൻ കുറച്ചേ പറഞ്ഞിട്ടുള്ളൂ. ഈ വീഡിയോയിൽ ഞാൻ എന്റെ അസുഖത്തിന്റെ അവസ്ഥ പറയേണ്ടത് കൊണ്ട് മാത്രം ഞാൻ വളരെ ചുരുക്കി ചെറിയ രീതിയിൽ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. ഇതൊന്നും അല്ല അദ്ദേഹം, ഇതൊന്നും അല്ല. മുൻഭർത്താവ് എന്താണോന്നൊന്നും നമുക്കറിയത്തില്ല, നിങ്ങൾക്ക് മാത്രമേ അറിയത്തുള്ളൂ. നിങ്ങളിപ്പോൾ ഓരോ വട്ടം വന്നിട്ട് കുറച്ച് ഇങ്ങനെ പറയുന്നുണ്ട്. പറയുന്നെങ്കിൽ നിങ്ങൾ ഓരോ കാര്യങ്ങൾ തുറന്ന് പറയുക. ഓക്കെ, അദ്ദേഹത്തിനും കൂടെ എന്താ പറയേണ്ടതെന്ന് അറിയത്തില്ലല്ലോ. പിന്നെ കുടിക്കുന്നവനെ ഇങ്ങനെ ഓരോ ഇത് കാണിച്ച് അവിടെ എവിടെയും കിടക്കുന്നവനെ വന്ന് പറഞ്ഞാൽ ആരും വിശ്വസിക്കാനും പോകത്തില്ല എന്നൊരു തോന്നൽ ചില ആൾക്കാർക്കുണ്ട്. ഓക്കെ, സത്യാവസ്ഥ എന്താണെന്ന് ദൈവം തമ്പുരാന് മാത്രമല്ലേ അറിയത്തുള്ളൂ. ഒരു കാര്യം എനിക്ക് മനസ്സിലായി, ഇമേജ് പോകുന്ന ഒട്ടും ഇഷ്ടമല്ല എന്ന് മനസ്സിലായിട്ടുണ്ട്. നെഗും കാര്യങ്ങളും വരുവാണെങ്കിൽ അതിന് എതിർത്ത് തന്നെ സംസാരിക്കുകയും ചെയ്യും. അത് പോസിറ്റീവ് ആക്കാനും നല്ല രീതിയിൽ ശ്രമിക്കുന്ന ഒരു വ്യക്തി തന്നെയാണെന്ന് മനസ്സിലായിട്ടുണ്ട്. പ്രത്യേകിച്ച് നിങ്ങളിപ്പോൾ പറയുന്നുണ്ടല്ലോ നേഴ്സുമാരുടെ കാര്യങ്ങൾ, അവരെല്ലാവരും കാണുകയൊക്കെ ചെയ്ത് എന്നിട്ട് ഞാൻ വീഡിയോ വന്നിട്ട് ഇങ്ങനെ പറയുമ്പോൾ നമുക്ക് ഊഹിക്കാവുന്നേ ഉള്ളൂ ആ ഒരു ആളിൻ്റെ ബ്രെയിൻ എന്താണെന്ന്. ഞാൻ റിയാക്ഷൻ ചെയ്യുന്നൊരു വ്യക്തിയാണ് കേട്ടോ. ഇത്രയും കാര്യങ്ങൾ വിഷമത്തോടെ പറഞ്ഞിട്ടും ഇവൻ മാത്രം എന്താ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്, നിന്റെ മനസ്സ് ക്രൂര മനസ്സാണോ എന്നൊക്കെ ചോദിക്കുന്നവരൊക്കെ കാണാതിരിക്കാം. ഓക്കെ, ഇതിൻ്റെ താഴെ വന്നിട്ട് എനിക്കിങ്ങനെ എങ്ങനെ സ്വാമി വിവേകാനന്ദനാക്കാനൊന്നും എനിക്ക് വലിയ താല്പര്യമൊന്നുമില്ല. പറഞ്ഞു മനസ്സിലായോ? ഞാൻ അടുത്ത സമയത്ത് ഓരോ വീഡിയോസും ഓരോ കാര്യങ്ങളും ഓരോരുത്തരുടെ ശരീര രീതിയും മുഖരീതിയും കണ്ണും മൂക്കും കാലും കൈയും ഇടയ്ക്ക് കാണുമ്പോഴൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. കുറേ കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. കുറേ കാര്യങ്ങൾ ഞാനിപ്പോൾ ഒരു കാര്യം തുറന്നു പറയാം. നിങ്ങൾക്ക് വേണ്ടതെന്ന് പറഞ്ഞാൽ നല്ല സപ്പോർട്ടും കാര്യങ്ങളും ഒക്കെയാണ്. അത് നിങ്ങൾക്കുണ്ട്. ആ ഒരു വ്യക്തി ഒക്കെയാണ് ഈ പറയുന്ന കുഞ്ഞു ചേട്ടൻ, ആ ചേട്ടൻ പക്കയാണ്. അതിനുമായിട്ട് അടിച്ചു പൊളിച്ച് നല്ല രീതിയിൽ പോകാൻ നോക്കുക. പഴയ ഭർത്താവിൻ്റെ കഥകളും ഒന്നും വന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. എങ്ങനെ നിങ്ങളുടെ ഭർത്താവാവും? ലീഗലി കല്യാണം കഴിക്കാത്തൊരു വ്യക്തി എങ്ങനെ? ഇത് ലീവിങ് റിലേഷൻഷിപ്പ്, അത് അങ്ങനെ പറയണം, അത്രയേ ഉള്ളൂ. അതിനങ്ങനെ പറയാൻ പറ്റത്തുള്ളൂ. ഇതൊക്കെ എന്നോട് ചില ആൾക്കാരൊക്കെ വന്നിട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ സംസാരിച്ചിട്ടുണ്ട്. ഞാൻ അതിൻ്റെ വോയിസ് ഒക്കെ ഒന്ന് ബ്ലർ ചെയ്തിട്ട് വെച്ചുതരാം. ആ വ്യക്തി എന്നെയും ബ്ലോക്ക് ചെയ്തു, ഞാനും ബ്ലോക്ക് ചെയ്തു. അത്രേ ഉള്ളൂ. ആരാന്ന് പോലും അറിയത്തില്ല. ഒരു അക്കൗണ്ടിൽ കൂടെ വന്നിട്ടാണ്, ഒരു ഫേക്ക് അക്കൗണ്ടിൽ കൂടെ വന്നിട്ടാണ് കാര്യങ്ങൾ പറഞ്ഞിട്ട് അങ്ങ് പോവുകയും ചെയ്തു. എന്തായാലും ഞാൻ ആ വോയിസ് ഒന്ന് വെച്ചുതരാം, മൊത്തം ഇരുന്ന് കേട്ടോ. ഞാൻ പറഞ്ഞല്ലോ, അവരുടെ ഒരു പുതിയ വീഡിയോ കണ്ടു ഞാൻ ഇന്ന്. അപ്പം അടുത്ത 2 ദിവസമായിട്ട് ഇന്നലെയും ഇട്ട വീഡിയോസ് കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ അതിനകത്ത് കമൻ്റൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ടോക്സിക് ഫാൻസിനെ കാണുമ്പോൾ എന്തൊരു കഷ്ടമാണ് ഇതെന്ന് ആലോചിച്ചു പോകും. അവരെ ഇഷ്ടമുള്ള പോലെ വീഡിയോ ചെയ്തോട്ടെ, പക്ഷെ ഒരു കുഴപ്പമില്ല. ബാക്കി എത്രയോ പേര് അങ്ങനെ ചെയ്യുന്നുണ്ടെന്ന് ആളുകൾ ചോദിച്ചേക്കാം. പക്ഷേ ഇവരൊരു നന്മമരം ചമഞ്ഞ് നിൽക്കുന്ന ഒരു വ്യക്തിയാണല്ലോ. ചാരിറ്റി എന്ന പേരിൽ ഇപ്പോൾ പ്രവാസികളുടെ കയ്യിൽ നിന്നൊക്കെ ഇവർക്ക് ഒരുപാട് കളക്ഷൻ ഫണ്ട് കിട്ടുന്നുണ്ട്. അപ്പോൾ അത് വെച്ചിട്ടാണ് അവർ ഈ ചാരിറ്റി നടത്തുന്നത് തന്നെ. അപ്പം അങ്ങനെ വരുമ്പോൾ ഇവരൊരു ഫേക്ക് പ്രവാസികളുടെ കയ്യിൽ നിന്നൊക്കെ പൈസയും കാര്യങ്ങളൊക്കെ കിട്ടുമായിരുന്നു. അറിയാൻ മേത്തോണ്ട് ചോദിക്കുക. അങ്ങനെ ഉണ്ടെങ്കിൽ ഒന്ന് പറയണേ, ചുമ്മാ ഒന്ന് അറിയാൻ വേണ്ടിയാണ്. ചിലപ്പോൾ ഏതെങ്കിലും പ്രവാസികളൊക്കെ നമുക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ടെങ്കിലോ എത്രയൊക്കെ കൊടുത്തിട്ടോ എന്നൊക്കെ അറിഞ്ഞാൽ നല്ലതായിരിക്കും. കാരണം ഇതുപോലെ ചാരിറ്റിയും കാര്യങ്ങളൊക്കെ ചെയ്യുന്നതല്ലേ. സീതത്തോടിന് വേണ്ടി എത്രയൊക്കെ കൊടുത്തിട്ടോ എന്ന് പറഞ്ഞാൽ അത്രയും നല്ല കാര്യങ്ങളൊക്കെ തന്നെയാണ്. ഇപ്പോൾ അവർ ആദ്യത്തെ ഒരു ക്ലിപ്പ് ഞാൻ വെച്ചപ്പോൾ പറഞ്ഞില്ലേ, എൻ്റെ ഇഷ്ടമാണ്, ഇനി കൊടുക്കണോ വേണ്ട എന്നുള്ള രീതിയിൽ സംസാരിച്ചപ്പോൾ ഒന്ന് അറിയാൻ വേണ്ടിയും കൂടാണ് കേട്ടോ. അതാരെങ്കിലും ദയവ് ചെയ്ത് കമൻറ്റ് ഇട്ടാലും മതി, അല്ലെങ്കിൽ പേഴ്സണലി മെസ്സേജ് അയച്ചിട്ട് എനിക്കൊന്ന് പറഞ്ഞു തന്നാലും മതി. ഓക്കെ, ഇനി ബാക്കിയും കൂടെ കേൾക്കാം. ഇതായിട്ട് നിന്നുകൊണ്ട് ആളുകളെ ഇങ്ങനെ ഇൻഫ്ലുവൻസ് ചെയ്തൊരു ടോക്സിക് ഫാൻസിനെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. അത് സൊസൈറ്റിയിൽ ഇങ്ങനത്തെ ഓരോ ആളുകൾ ക്രിയേറ്റ് ചെയ്യപ്പെടുമ്പോഴും നമ്മുടെ സമൂഹത്തിനെയാണ് അത് പ്രശ്നത്തിലാക്കിക്കൊണ്ടിരിക്കുന്നത്. ഞാനിവരുടെ വീഡിയോസ് ആദ്യമൊക്കെ കാണുമായിരുന്നു. അപ്പം എനിക്കിഷ്ടമായിരുന്നു ഇവരെ, സത്യം പറയാമല്ലോ. തുടക്കത്തിൽ എനിക്കിഷ്ടമായിരുന്നു. കാരണം ഇവർ ഈ മൃഗങ്ങളോടുള്ള സ്നേഹം, കാട്ടിലെ മനുഷ്യരോടുള്ള സ്നേഹം, ഇതൊക്കെ കാണുമ്പം അവരൊരു നല്ല പേഴ്സണായിട്ട് എനിക്ക് തോന്നിയിട്ട് ഞാൻ കാണാറുണ്ടായിരുന്നു. പക്ഷേ ഇവരുടെ ഫസ്റ്റ് ഹസ്ബൻഡുമായിട്ടുള്ള പ്രശ്നത്തെക്കുറിച്ചിട്ട് വീഡിയോ ചെയ്തപ്പോൾ ഞാനിങ്ങനെ ആലോചിച്ചു. എനിക്കൊരു ആദ്യം കേട്ടപ്പോൾ വിഷമം തോന്നി. പക്ഷെ പിന്നെ ഞാൻ ആലോചിച്ചു, എന്തിനായിരുന്നു ഇവർ അയാൾക്കൊരു സ്റ്റാർ ഇമേജ് ഇട്ട് കൊടുത്തുകൊണ്ട് ഇത്രയും നാൾ വീഡിയോയിൽ അയാളെ കാണിച്ചില്ലെങ്കിലും അയാളെ ഏട്ടൻ അങ്ങനെ ഏട്ടൻ ഇങ്ങനെ, ഏട്ടൻ്റെ ക്വാളിറ്റി, ഏട്ടൻ്റെ ഇംഗ്ലീഷ് ലാംഗ്വേജിനെ കുറിച്ചിട്ടുള്ള സംസാരം, അതിനെക്കുറിച്ചിട്ടൊക്കെ വാചാലയായി എന്തിന് സംസാരിക്കണം? ഇങ്ങനെ ദ്രോഹിക്കുന്ന ഒരു വ്യക്തിയെക്കുറിച്ചിട്ട് മിണ്ടാതിരിക്കാമല്ലോ. പബ്ലിക്കിനോട് വന്നിട്ട് എൻ്റെ ഭർത്താവ് ദുഷ്ടനാ, കൊള്ളത്തില്ല എന്ന് പറയണ്ട, പക്ഷെ മിണ്ടാതിരിക്കാമല്ലോ. അപ്പോൾ അവിടെ അവർ ചെയ്തത് എന്താണ്? ഒരു ഫേക്ക് ഇതല്ലേ നടത്തിക്കൊണ്ടിരുന്നത്. അപ്പം അവരെ എങ്ങനെ വിശ്വസിക്കും? പറയുന്ന കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് നമ്മൾ വിശ്വസിക്കുക?
പിന്നെ ഇവർ വന്ന് പോയിന്റ് കറക്റ്റ് പോയിന്റാണ് അവരാ പറഞ്ഞത് അല്ലേ? ഭർത്താവിനെ കുറിച്ച് ഓക്കെ ഇത്രയും ദ്രോഹിക്കുന്ന ഒരു വ്യക്തിനെ കുറിച്ച് വീഡിയോയ്ക്കകത്ത് വന്നിട്ടിരുന്നിട്ട് അല്ലേ പോ നിലമഴ പെയ്തിറങ്ങിയ അങ്ങനെ അങ്ങ് വാഴ്ത്തി അങ്ങ് പാടിക്കൊണ്ടിരിക്കുമ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, ഇപ്പോഴും ഇവർ പറയുന്നതെല്ലാം ഫേക്കാണെന്ന് ആൾക്കാർക്ക് ചിന്തിച്ചുകൂടെ? ഇവരെ സബ്സ്ക്രൈബറാണ് കേട്ടോ ഈ പറയുന്നത്. നമുക്ക് ബാക്കിയും കൂടെ വെക്കാം. ഇടയ്ക്കിടയ്ക്ക് ഓരോരോ സസ്പെൻസ് ഇടും വീഡിയോ റീച്ച് കിട്ടാൻ വേണ്ടിയിട്ട്. അതൊക്കെ കുറേ എന്താ പറയണ്ടേ, വിവരം കേട്ട ഫാൻസ് അങ്ങ് വിശ്വസിച്ച് ഈ ഫാൻസിൻ്റെ കമൻസ് കാണുമ്പോൾ തന്നെ പ്രാന്തളകും. എന്തോരം ഇതാണ് ഇവർക്കൊന്നും ഒരു നാണവും മാനവും ഇല്ലേന്ന് ആലോചിച്ചു പോകും. കാരണം ഇവരിടയ്ക്ക് വന്നിട്ട് പറഞ്ഞു ഇവരെ 8 മണിക്കൂർ സസ്പെൻസ് ഇടും അല്ലേ? മിക്ക കാര്യത്തിലും വന്നിട്ട് ഒരു സസ്പെൻസ് ഇട്ടിട്ട് പോകും. എന്നിട്ട് അടുത്ത വീഡിയോ വന്നിട്ട് പറയും. പിന്നെ എൻ്റെ വീട്ടിലെ തത്തയുടെ കേസ് കേട്ട് തന്നെ ഒരു വീഡിയോയുടെ താഴെ ഇങ്ങനെ ഡിസ്ക്രിപ്ഷൻ എഴുതി കൊടുത്തിട്ടുണ്ടായിരുന്നു, ഞങ്ങൾക്ക് വിഷമമുള്ള ഒരു കാര്യം ഉണ്ടായിരുന്നും പറഞ്ഞിട്ടുള്ള രീതിയിൽ. അങ്ങനെ ഓരോ കാര്യങ്ങളും ഇങ്ങനെ സസ്പെൻസ് ഇട്ട് അത് കാണുന്ന സബ്സ്ക്രൈബേഴ്സിന് അത് മനസ്സിലാവുന്നുണ്ട്. ഓക്കെ, ആ വ്യക്തി കോണ്ടന്റ് ക്രിയേറ്റ് ചെയ്യുന്നതാണ്, നമുക്കും ഇതൊക്കെ മനസ്സിലാക്കാൻ പറ്റും. ഓക്കെ, ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല, ബാക്കി വോയിസ് അങ്ങ് മൊത്തമായിട്ട് അങ്ങ് വെച്ചേക്കാം, വെറുതെ വെറുപ്പിക്കുന്നില്ല ഞാൻ സംസാരിച്ച്. യാത്ര ചെയ്തു പോയി, രാത്രി ഉറക്കമില്ലാതെ എന്തോ പോയി, എവിടെന്നോ ആരോ രക്ഷിച്ചു കൊണ്ടുവന്നു, അത്രയും സീനായിരുന്നു അവിടെ. അങ്ങനെ രക്ഷിക്കേണ്ടി വന്നു, എന്തൊക്കെയോ സസ്പെൻസ് ഇട്ട്. പക്ഷെ ആരെയാ രക്ഷിച്ചതെന്നോ എന്തുവാന്നൊന്നും അവർ പറയുന്നുമില്ല, പറഞ്ഞിട്ടുമില്ല. അവരതൊക്കെ പറയാം, ഇപ്പം സമയമായില്ല, ആളിവിടെ വീട്ടിലുണ്ട് എന്നൊക്കെ പറഞ്ഞു. പിന്നെ കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ ഒരു ഡോഗിനെ കാണിച്ചു, പുതിയൊരു ഡോഗ്. ഇനി അതിനെയാണോ ഇവർ കൊണ്ടുവന്നത്, രക്ഷിച്ചു കൊണ്ടുവന്നത്, 8 മണിക്കൂർ യാത്ര ചെയ്ത്? ഇനി എന്തുവാ ഇവർ ഉദ്ദേശിച്ചതെന്ന് അവർ പറഞ്ഞില്ല. പക്ഷെ ആളുകൾ മൊത്തം സസ്പെൻസിൽ നിർത്തിയപ്പം ആരാ ദീപ്തി, എന്താ ദീപ്തി ഇങ്ങനെ ചോദിക്കാൻ തുടങ്ങിയായിരുന്നു. നിങ്ങൾക്കിപ്പോൾ കാര്യങ്ങളെല്ലാം മനസ്സിലായോ? ഈ അടുത്ത സമയത്തിലെ കുഞ്ഞിൻ്റെ കാര്യം തന്നെ ഞാൻ എടുത്തു പറഞ്ഞില്ല. കുഞ്ഞിൻ്റെ ഏതോ ഒരു സ്ത്രീ വന്നിട്ട് ആ കുഞ്ഞിൻ്റെ അടുത്തിട്ട് ആരാണ് ഇതിൻ്റെ അമ്മയെന്നൊക്കെ ചോദിച്ചിട്ട്, അത്രയും ക്യാമറ, കല്യാണ സ്ഥലത്ത് അത്രയും ക്യാമറ ഉള്ള സമയത്ത് ഈ ദീപ്തിക്ക് സിമ്പിളായിട്ട് അത് കണ്ടുപിടിക്കാം. റാണി പി സദാശിവനെ, നമ്മുടെ റാണി പി സദാശിവനെ നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കണം. റാണി പി സദാശിവൻ്റെ കമൻറ്റ് വെച്ച് തൂക്കി തപ്പാൻ പോയ ടീമാണ്. അവർക്കത് കണ്ടുപിടിക്കാൻ നിസ്സാരമല്ലേ? അത് ഒരു 2-3 ദിവസം ഇങ്ങനെ സസ്പെൻസ് ഇട്ട് നൈസായിട്ട് അങ്ങ് പോയി. ബാക്കി തന്നെ ഇവർ കൊണ്ടുവന്ന് സസ്പെൻസ് ഇട്ടത് ഒരു കുട്ടീനെയും കൊണ്ടുവന്നത്. അതെല്ലാവരും ചോദിച്ചിട്ടുണ്ടായിരുന്നു ആ കുട്ടീനെ കണ്ടപ്പോൾ, അത് കുഞ്ഞാവയുടെ കുട്ടിയാണോ, അതേപോലെ ഉണ്ടല്ലോ എന്നൊക്കെ. അപ്പോൾ ഇവർ പറഞ്ഞത് ഇൻഡയറക്റ്റായിട്ട് ഇവർ പലതും ലീഗലി എനിക്ക് അഡോപ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല, എങ്കിലും ഞാനായിരിക്കും ഇനി അവനെ നോക്കുന്നത്, അതാ ആന ചേന എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ കുറേ കണ്ടന്റ് ഉണ്ടാക്കി കൊണ്ടുപോയി വീഡിയോയിൽ. അപ്പം ഇപ്പം പലരും പറയുന്നു അത് കണ്ണൂരമ്മു എന്ന് പറയുന്ന ഇവരുടെ ഫ്രണ്ടിൻ്റെ കുട്ടിയാണെന്ന്. അങ്ങനെയാണെങ്കിൽ ഇവർ ഇൻറ്റിമേറ്റ് ആയിട്ടുള്ളൊരു ഫ്രണ്ടിൻ്റെ കുട്ടീനെ കൊണ്ടുവന്ന് വെച്ചിട്ട് അതും ഒരു ഫേക്ക് കളിയല്ലേ കളിച്ചത്. എന്നിട്ട് ഇപ്പോൾ പുതിയ വീഡിയോയിൽ ഇവർ പറയുന്നുണ്ട് ലീഗലി അവർ കല്യാണം കഴിച്ചിട്ടുണ്ടായിരുന്നില്ല അവരുടെ എക്സ് ഹസ്ബൻഡിനെ, കാരണം ഇവർക്ക് അത്ര മനസ്സുകൊണ്ട് കല്യാണം കഴിക്കാൻ തോന്നിയിട്ടുണ്ടായിരുന്നില്ല, ലീഗലി അത് നന്നായി എന്നിപ്പോൾ തോന്നുന്നു എന്നൊക്കെ പറയുന്നുണ്ട്. ഇവർ തന്നെ പറയുന്നുണ്ട് എന്താ അയാളെ ആത്മാർത്ഥമായി സ്നേഹിച്ചത് കൊണ്ടാണ് ഇവർക്ക് അയാളെ പിരിയാൻ അല്ലെങ്കിൽ കളയാൻ പറ്റാഞ്ഞത്, ഇത്രയും നാൾ സഹിച്ചു കൊണ്ടിരുന്നത് ആ ആത്മാർത്ഥ സ്നേഹം കൊണ്ട് മാത്രമാണെന്നും അവരതിൽ പറയുന്നുണ്ട്. ഞാൻ ചോദിക്കട്ടെ, ഇത്രയും ആത്മാർത്ഥതയുള്ള ഒരാൾ എന്തിന് ലീഗലി കല്യാണം കഴിക്കാതിരിക്കണം? അപ്പം അതൊരു ലിവിങ് ടുഗദർ റിലേഷൻ അല്ലായിരുന്നോ? അപ്പം ഈ മണ്ടന്മാരായ ജനങ്ങൾക്ക് ഇതൊന്നും മനസ്സിലാവുന്നില്ല. ഭാര്യയും 2 കൊച്ചുങ്ങളും ഉള്ള ഒരാളെ ഇവർ ചുമ്മാ ലിവിങ് ടുഗദർ റിലേഷനിൽ കൊണ്ട് നടന്നിട്ട് വെറുതെ ഒരു കഥ അങ്ങോട്ട് ഉണ്ടാക്കിയിട്ട് മനുഷ്യരെ പറ്റിക്കുന്ന പരിപാടി. ഇതിപ്പോൾ അവരെന്തോ ചെയ്തോട്ടെ, അവർ റീച്ച് ഉണ്ടാക്കുക എന്ത് വേണേലും ആയിക്കോട്ടെ, പക്ഷേ ഇവരൊരു നന്മമരം കളിച്ചുകൊണ്ട് സൊസൈറ്റിയുടെ മുന്നിൽ ഇങ്ങനെ നിൽക്കുന്ന വ്യക്തി ആയതുകൊണ്ട് മാത്രമാണ് ഞാനിതിനെ റിയാക്ട് ചെയ്തത്, അല്ലെങ്കിൽ ഞാനിതിന് റെസ്പോണ്ട് ചെയ്യുന്നത്. അല്ലെങ്കിൽ ഇതിപ്പം എത്രയോ കള്ളത്തരങ്ങൾ നടക്കുന്നു നമ്മുടെ സോഷ്യൽ മീഡിയയിൽ, കംപ്ലീറ്റ് ഉഡായിപ്പുകളല്ലേ. അപ്പം ഇതെനിക്ക് ഇനിയിപ്പം വേറെയും സ്വാമി വിവേകാനന്ദനോട് കമ്പയർ ചെയ്തിട്ടൊക്കെ എനിക്കിതൊന്നും ഫുള്ള് കാണാൻ താല്പര്യമില്ല ബ്രോ. ഞാൻ ഫുള്ള് കാണത്തില്ല ഇവരുടെ, കാരണം ദേഷ്യം പിടിക്കും ഈ ആളുകളുടെ തേനേ പാലേ എന്നുള്ള കമൻറ്റ് കാണുമ്പോൾ തന്നെ പ്രാന്തിളകും. അതുകൊണ്ട് ഞാൻ കമൻറ്റ് ബോക്സ് നോക്കിയിട്ടാണ് ആളുകൾ എന്താണ് പറയുന്നതെന്ന് ശ്രദ്ധിക്കാറ്. ഇന്ന് പക്ഷേ ഞാൻ ഇവരുടെ വീഡിയോ കംപ്ലീറ്റ് നോക്കി ഇവരെന്തായി പറയുന്നതെന്ന്. അപ്പം ഇതൊക്കെയാണ്. അപ്പം റിയാക്ടിങ് വീഡിയോ ചെയ്യുന്നവർ പോലും ഇവരെ എന്താ പറയുക സപ്പോർട്ട് ചെയ്യുക, കാരണം അവർക്ക് പേടിയുണ്ട് ഈ അന്തം ഫാൻസ് കയറി അവരെ
ആക്രമിക്കുമോ എന്നുള്ള പേടി കാരണം അവരങ്ങനെ ആളെ കിട്ടാൻ വേണ്ടി അവർക്കും റീച്ച് കിട്ടണം, അവർക്കും സബ് കിട്ടണം. അതുകൊണ്ടാണ് ഞാനിപ്പോൾ ബ്രോ ഇച്ചിരി ഇന്നലെ ഇട്ട വീഡിയോയിൽ ഞാൻ കണ്ടു, അതുകൊണ്ടാണ് ബ്രോയ്ക്ക് ഞാൻ ഓക്കെ. അപ്പം ഓരോരുത്തരുടെ കാര്യങ്ങളൊക്കെ പറയുന്നില്ലേ, ഈ റിയാക്ഷൻസ് വീഡിയോ ചെയ്യുന്നവർ സബ് കിട്ടാൻ വേണ്ടിയാണോ എന്നൊക്കെ പറയുന്നൊക്കെ ഉണ്ട്. എനിക്കങ്ങനെ തോന്നുന്നൊന്നുമില്ല, ഇവർ ജെന്യുവൻ ആണെന്നവർ വിശ്വസിച്ചിട്ടായിരിക്കാം. പക്ഷേ എനിക്ക് കുറേയൊക്കെ ഭയങ്കര നെഗ് അടിച്ചിട്ടുണ്ടായിരുന്നു, അതുകൊണ്ടാണ് ഞാനിങ്ങനെ സംസാരിക്കുകയൊക്കെ ചെയ്തത്. ഓക്കെ, എന്നെ തെറി വിളിക്കുന്നവർക്കൊക്കെ വന്ന് തെറി വിളിക്കാം, അതിനൊന്നും ഒരു മടിയൊന്നുമില്ല, തന്തയ്ക്കോ തള്ളയ്ക്കോ ഒക്കെ വിളിക്കാം. പക്ഷേ കൺമുന്നിൽ കാണരുത് ഈ വിളിക്കുന്നവരൊക്കെ, അത്ര എനിക്കിപ്പോൾ പറയാൻ പറ്റത്തുള്ളൂ. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മുടെ വീഡിയോസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക്, ഷെയർ, സബ്ബൊക്കെ ചെയ്യുക. ഞാൻ അന്നും ഇന്നും ഈ ഒരു സ്റ്റാൻഡിൽ തന്നെ ആയിരിക്കും. ബൈ, ലവ് യു ഓൾ.